ഭാഗവതം പറയുന്നു, ഒരു അസുരൻ ശരീരം ഉപേക്ഷിക്കുമ്പോൾ പുഷ്പവൃഷ്ടി നടന്നു എന്നാണ്. കാരണം ആ അസുരനായിട്ടല്ല പോയിരിക്കുന്നത്, വലിയ ഭാഗവതോത്തമനായി തീർന്നിട്ടാണ് പോയത്. ഇത് കേട്ടപ്പോ ശ്രീ ശുക ബ്രഹ്മർഷിയോട് പരീക്ഷിത്ത് രാജാവ് ചോദിക്കുകയാണ്, ആരാണ് ഈ വൃത്രൻ? ഇത്ര ഭക്തിയുള്ള ഒരു അസുരനായി എങ്ങനെയാൾ വന്നു എന്ന കഥ ചോദിച്ചപ്പോ ഞാനതിനെ ചുരുക്കി പറയുകയാണ്, സമയം കുറവായതുകൊണ്ട്. പറഞ്ഞു, ഇദ്ദേഹം ശൂരസേന രാജ്യത്തിലെ ചിത്രകേതു എന്ന് പറയുന്ന രാജാവായിരുന്നു. ഇദ്ദേഹത്തിന് 2-3 ഭാര്യമാരുണ്ടായിരുന്നു. ഭാഗവതം ഒന്നുകൂടി എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നുണ്ട് 10,000 ഭാര്യമാരുണ്ടെന്ന്. അത് സാധ്യമല്ല. എന്തായാലും ഒരു 3 ഭാര്യമാരെ മിനിമം വെക്കുക നമുക്ക്. ഇപ്രകാരം ഈ ഭാര്യമാരിലൊക്കെ അദ്ദേഹം സുഖവും സന്തോഷവും അനുഭവിച്ച് രമിച്ച് ജീവിക്കുന്ന സമയത്ത് ഒരു ദുഃഖം ഇദ്ദേഹത്തെ വേട്ടയാടി. എന്താണത്? പുത്രന്മാരില്ല എന്നുള്ള ദുഃഖം. അങ്ങനെയാണല്ലോ ചിലർക്ക് കുട്ടികൾ ഉണ്ടായല്ലോ എന്നുള്ള ദുഃഖം, ചിലർക്ക് കുട്ടികൾ ഇല്ലായല്ലോ എന്നുള്ള ദുഃഖം, ചിലർക്ക് കുട്ടികൾ നേരെയായില്ലല്ലോ എന്നുള്ള ദുഃഖം, ചിലർ കുട്ടികൾ നേരെയായിട്ട് നമ്മളെ നോക്കുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദുഃഖമില്ലാത്തവരായിട്ട് ആരുമില്ല. എന്തെങ്കിലുമൊക്കെ ചില ദുഃഖങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികളില്ല എന്നുള്ള ദുഃഖം വന്നപ്പോൾ നാരദ മഹർഷിയോടും മറ്റും പറഞ്ഞു, അയ്യോ കുട്ടികളില്ലല്ലോ എന്ന് പറഞ്ഞു. 7 ജന്മങ്ങളിൽ കുട്ടികൾ ഉണ്ടാവില്ല എന്ന്. ഇത് കേട്ടപ്പോൾ ഭയങ്കര ദുഃഖം വന്നു. എനിക്ക് നിങ്ങളുടെ ഉപദേശമൊന്നും കേൾക്കണ്ട, കുട്ടികൾ ഉണ്ടാവാൻ വല്ല മാർഗവും പറഞ്ഞു തരണം. അവസാനം നിർബന്ധിപ്പിച്ചപ്പോ ഒരു യാഗം ചെയ്ത് പായസം വരുത്തി. പായസം വന്ന് പായസം ഏത് ഭാര്യയ്ക്ക് കൊടുക്കണം എന്ന് അപ്പോഴേ കൺഫ്യൂഷൻ വന്നു. പങ്കുവെക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തോന്നി മൂത്ത ഭാര്യയ്ക്ക്, അതായത് ആദ്യത്തെ ഭാര്യ പട്ടമഹിഷിക്ക് കൊടുക്കാന്ന്. പട്ടമഹിഷിക്ക് പായസം കൊടുത്തു. ഗർഭിണിയായി. രാജാവിനുണ്ടായൊരു സന്തോഷത്തിന് അതിരില്ല. ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നു, അതുപോലെ വസ്ത്രദാനം ചെയ്യുന്നു, പ്രജകൾക്ക് അന്നദാനം ചെയ്യുന്നു, പലതും ചെയ്ത് സന്തോഷത്തിന്റെ ഉത്സവത്തിൽ എന്നും പട്ടമഹിഷിയുടെ വീട്ടിൽ പോകും, കുട്ടിയെ ലാളിക്കും, അങ്ങനെ എടുത്തൊക്കെ കൊണ്ടു നടക്കും. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. രാജാവ് മറ്റേ ഭാര്യമാരെയൊക്കെ മറക്കാൻ തുടങ്ങി, അങ്ങോട്ടൊന്നും പോവാതെ. അപ്പൊ അവർക്ക് കണ്ണുകടി. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, നമ്മുടെയും കൂടി ഭർത്താവാണല്ലോ. അവളിപ്പം പ്രസവിച്ചു എന്ന് വിചാരിച്ചിട്ട് അവളുടെ മാത്രം ഭർത്താവില്ലല്ലോ. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണം. അവർ പോളിറ്റ് ബ്യൂറോ കൂടി, എന്ന് വെച്ചാൽ അവരുടെ മീറ്റിംഗ് കൂടി, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണമെന്ന്. എന്താ പരിഹാരം? അവസാനം അവർ കണ്ടെത്തി, ഇതിനുള്ള പ്രശ്നം പരിഹരിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതെന്താണ്? കുട്ടിയെ തട്ടുക. എന്നാ പിന്നെ രാജാവ് നമ്മളെടുത്ത് വരുന്നു. അങ്ങനെ ഘോരമായ വിഷം കലക്കി ആ കുട്ടിക്ക് കൊണ്ടുകൊടുത്തു. കുട്ടി അതിനെ കുടിക്കുകയും ചെയ്തു. കുട്ടി നീല നിറം വന്ന് മലർന്നടിച്ച് വീണ് മരിച്ചു. ആ കുട്ടിയുടെ ശവശരീരം കണ്ട് പൊട്ടി കരഞ്ഞു ഭാര്യ. രാജാവും ഉത്സാഹിച്ചു. നിലത്തൊക്കെ ഉരുണ്ട് മറഞ്ഞ് കരയാണ്. മറ്റേ ഭാര്യമാർക്കും തോന്നി കരച്ചിൽ മോശമാക്കരുതെന്ന്. അവരും വന്ന് നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. എല്ലാവരും ഉത്സാഹിച്ചു കരയാൻ. അങ്ങനെ ആർപ്പും വിളിയും ബഹളമായിട്ട് നാരദ മഹർഷി അവിടെ എത്തിച്ചേർന്നു. ചോദിച്ചു, രാജൻ എന്തിനാ കരയുന്നത് എന്ന്. അങ്ങയുടെ കുട്ടിയുടെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ദുഃഖിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന്. അതൊന്നും കേട്ടിട്ട് ബോധ്യം വന്നില്ല. നാരദ മഹർഷി തന്റെ യോഗശക്തി കൊണ്ട് കുട്ടിയെ വരുത്തി, ആ ജീവനെ വരുത്തിയിട്ട് ചോദിക്കുന്ന ഭാഗമുണ്ട് ഭാഗവതത്തിൽ. അതിമനോഹരമായൊരു ഭാഗം. നമ്മളെ സമയം അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആ ഭാഗം നോക്കാമായിരുന്നു. ഭാഗവതത്തിൽ 16-ാം അധ്യായത്തിൽ ജീവ ഉവാച എന്നിട്ടൊരു ഭാഗമുണ്ട്. ആ ജീവനോട് പറയാണ്, നോക്കൂ ജീവൻ, ഇത് നിന്റെ ശരീരമാണ്. നീ യുവരാജാവാൻ പോകേണ്ടവനാണ്. എല്ലാ സൗഭാഗ്യങ്ങളും നിന്നെ കാത്തിരിക്കുന്നു. നോക്കൂ നിന്റെ അച്ഛൻ കരയുന്നത്, നിന്റെ അമ്മ കരയുന്നത്, എന്തുകൊണ്ട് നിനക്ക് ആ ശരീരത്തിലൂടെ കയറിക്കൂടാന്ന്. ഇത് കേട്ടപ്പോൾ ജീവൻ ചോദിക്കുകയാണ്, ഏത് ശരീരമാണ് നാരദ മഹർഷി? ഞാൻ എത്രയോ അച്ഛനെ കണ്ടു, എത്രയോ അമ്മയെ കണ്ടു, എത്രയോ പേർക്ക് ഞാൻ അച്ഛനായി, എത്രയോ പേർക്ക് ഞാൻ അമ്മയായി. ഇവരിപ്പോ കരയുന്നത് എന്നെക്കുറിച്ചല്ല, ശരീരത്തെക്കുറിച്ചാണ്. ഒരാളുടെ കയ്യിൽ പണമിരിക്കുമ്പോൾ ആ നോട്ട് അവരുടെ കയ്യിലിരിക്കുമ്പോൾ അവർ പറയും എന്റെ നോട്ടെന്ന്. അത് അവരുടെ കയ്യിൽ നിന്നും വേറൊരാളുടെ കയ്യിൽ പോകുമ്പം അവർ പറയും എന്റെ നോട്ടെന്ന്. ഇതാണ് ബന്ധം എന്ന് പറയുന്നത്. പ്രസവിച്ച് കുറച്ചു കാലം നമ്മുടെ മക്കളെന്ന് പറയും. ഒരു ദിവസം മകൻ കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അമ്മ പറയും മോനെ ഇവിടെ വാ എന്ന്. അപ്പോഴേക്കും മരുമകളുടെ കണ്ണ് കടിക്കാൻ തുടങ്ങും. തള്ള പറഞ്ഞിട്ടില്ല എന്റെ മോൻ എന്ന്. ഇതിപ്പോ എന്റെ ഭർത്താവല്ലേ, ഞാൻ നോക്കിക്കോളില്ലേ ഇയാളുടെ കാര്യം, എന്തിനാ ഈ തള്ള എന്തിനാ ഇത്ര ടെൻഷൻ എടുക്കുന്നത്? അങ്ങനെ തുടങ്ങും. അന്ന് അമ്മയ്ക്ക് മനസ്സിലാവും എന്റെ മോൻ എന്നുള്ളത് പറച്ചിൽ ഒഴിവാക്കണം, ഇനിയിപ്പോ എന്റെ മകനല്ല എന്നുള്ളത്. ആ മരുമകൾ അങ്ങനെ പറയിപ്പിക്കും. അങ്ങനെ ബന്ധങ്ങൾ മാറി മാറി വരുന്നത് ഈ ലോകത്തിൽ നമ്മൾ കാണുന്നു. അപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടേതാണ്, അത് മറ്റൊരാളുടെ കൈവശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബന്ധം അങ്ങോട്ട് മാറി. ഇത് അറിയാത്തവരാണ് അമ്മായിയമ്മ പോരൊക്കെ ഉണ്ടാക്കുക. കല്യാണം കഴിച്ചു കൊടുത്താലും എന്റെ എന്ന് പറയും. അപ്പൊ അവര് പ്രാർത്ഥിക്കാൻ തുടങ്ങും, ഗുരുവായൂരപ്പ എന്തിനാ ഈ സ്ത്രീക്ക് ഇത്ര ആയുസിട്ട് കൊടുക്കണതെന്ന്.
വേഗം അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ എന്ന്. അങ്ങനെ നമ്മളത് കേൾക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് അതിനായിട്ട് ജീവിതത്തിന് ഒത്തിരി വിവേകം ഉണ്ടെങ്കിൽ നമ്മളൊന്നും അങ്ങനെ ചെയ്യില്ല. കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ ബസ് കഴിഞ്ഞു. പിന്നെ ഓൾഡ് അങ്കിൾ ആൻഡ് ആൻറ്റിയിട്ട് ജീവിക്കുക തന്നെ, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുക. പിന്നെ ഭാഗവതോ രാമായണോ ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുക. പക്ഷെ അതിനൊക്കെയുള്ള ബുദ്ധി വേണ്ടേ? അത് തരണ്ടേ ഭഗവാൻ? അതിനാണ് ഭാഗവതമൊക്കെ നേരത്തെ കേൾക്കണം എന്ന് പറയുന്നത്. അതൊട്ടും കേട്ടില്ലെങ്കിൽ മാതിരി കുഴപ്പമൊക്കെ ഉണ്ടാക്കും. പിന്നെ മൂട്ടയുടെ പോലെ വീട്ടിലിങ്ങനെ ഒതുങ്ങി 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 ഇങ്ങനെ കുഴപ്പമുണ്ടാക്കി, പിന്നെ പേനായി മൂട്ടയായി ഇങ്ങനെയൊക്കെ കുഴപ്പമുണ്ടാക്കി അങ്ങനെ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ് ജീവിതത്തിൽ നരകം അനുഭവിക്കുന്നത്. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാവും. പക്ഷെ ഇതൊക്കെ ഇവിടുന്ന് ഇറങ്ങിയാൽ മറക്കും ചെയ്യും. നമ്മൾ വീണ്ടും പഴയ അവസ്ഥയിലൊക്കെ ജീവിക്കും. അതാണ് നമുക്കൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടേ. അതുകൊണ്ട് ഈ ഒരു കഥ പറഞ്ഞു കൊടുത്തപ്പം ജീവൻ ഇത് പറഞ്ഞപ്പോൾ ചിത്രകേതുവിന് പെട്ടെന്ന് ബോധോദയുണ്ടായി. നാരദ മഹർഷിയുടെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, ശരിയാണ്, ജീവനെ ബന്ധിക്കാൻ ആർക്കും സാധ്യമല്ല. ജീവൻ സ്വതന്ത്രനാണ്, ഈ മനസ്സ് സ്വതന്ത്രമാണ്. ഇപ്പോൾ നമ്മൾ ഈ ശരീരത്തിലിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന്. ഒരു നിമിഷം ഈ ശരീരത്തെ മനസ്സ് വിട്ടുകഴിഞ്ഞാൽ മനസ്സിന് ആരുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് മനസ്സിലായപ്പോൾ കാൽക്കൽ വീണ്ടും ചോദിച്ചു, എനിക്കിതിന്ന് ഉയരാൻ വല്ല വഴിയും പറഞ്ഞു തരുമെന്ന്. ഉടനെ ഒരു മന്ത്രോപദേശം കൊടുക്കുകയാണ്. ഓം നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ നിരുദ്ധായ നമഃസംഘർഷണായ ച. ഈ മന്ത്രോപദേശം കൊടുത്ത് ധ്യാനം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മന്ത്രം ജപിച്ച് ജപിച്ച് ധ്യാനം ചെയ്ത് സംഘർഷണമൂർത്തി പ്രകടമായി അദ്ദേഹം പരമജ്ഞാനിയായി തീർന്നു എന്നാണ്. അങ്ങനെ പരമജ്ഞാനിയായിട്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ വിദ്യാധരന്മാരുടെ അധിപതിയായിട്ടിരിക്കുമ്പോൾ കൈലാസം വഴിക്ക് പോകാൻ ഇടവന്നു വിമാനത്തിലൂടെ. അങ്ങനെ കൈലാസത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു ചിത്രം കണ്ടു ഇദ്ദേഹം. എന്താണത്? ഒരു രംഗം കാണുകയാണ്. പാർവതീദേവി പരമശിവന്റെ മടിയിൽ കയറിയിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ സഹിച്ചില്ല. നേരെ വിമാനം താഴേക്ക് ഇറക്കി പരമശിവനോട് പറഞ്ഞു, നാണം എന്ന് പറയുന്നത് അങ്ങേക്കുണ്ടോ ചോദിച്ചു. അതെന്താന്ന് വെച്ചാൽ പരമശിവൻ ഇങ്ങനെ നോക്കി, സ്ത്രീകളെ ഞങ്ങൾ മടിയിലൊക്കെ പിടിച്ചിരുത്താറുണ്ട്, പക്ഷെ ഇത്ര പബ്ലിക്കായി ചെയ്യാറില്ല. അങ്ങക്ക് ആ നാണം പോലും ഇല്ല എന്ന് മനസ്സിലായി. ഗുരുവാണത്ര, ഇത് തോന്നിവാസാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ പരമശിവനൊരക്ഷരം മിണ്ടിയില്ല. പാർവതീദേവിക്കത് സഹിച്ചില്ല. കൊടുത്തു അവിടെ വെച്ചൊരു ശാപം. നീയാണോ ലോകത്തിൽ ധർമ്മം പറയാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ശപിച്ചു. അങ്ങനെ വൃത്രാസുര ജന്മത്തിലേക്ക് ചിത്രകേതു വീണു എന്ന് പറയുകയാണ് ഇവിടെ. ഈ കഥയിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ യഥാർത്ഥമായ സത്യത്തെ മനസ്സിലാക്കി ഉയർന്നവനാണ് ചിത്രകേതു. അങ്ങനെ പ്രയത്നിച്ച് ഉയർന്നുവെങ്കിലും ഉള്ളിലുള്ളൊരു അഹങ്കാരം വിട്ടുപോവാത്തതുകൊണ്ട് ഒരു ശാപത്തിന് ഇടവന്നു. ശാപം കിട്ടി താഴേക്ക് വീണപ്പോഴും ഉള്ളിലുള്ള സംസ്കാരമൊന്നും വിട്ടുപോയില്ല പറയാണ്. ഇവിടെ വെച്ച് നാം ഏത് സംസ്കാരം നേടിയെടുത്താലും അതൊന്നും നമ്മുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോവില്ല. അതേതുപോലെയാണ് ഒരു ടേപ്പ് റെക്കോർഡർ പാടിക്കുന്നത് പോലെയാണ്. ടേപ്പ് റെക്കോർഡ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയാൽ അവിടെ കൊണ്ട് നിൽക്കും. വീണ്ടും കറണ്ട് വന്നാൽ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് ആരംഭിക്കും. ശരിയല്ലേ? നിങ്ങൾ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് അലക്കുന്നവരാണ്. വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് അലക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയാൽ വീണ്ടും കറണ്ട് വന്നാൽ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങും. മെഷീൻ ഒരിക്കലും പറയില്ല ആദ്യം മുതൽക്ക് തുടങ്ങുമെന്നും. എല്ലാം പുറത്തിട്ടിട്ട് നിങ്ങൾ ആദ്യം മുതൽക്ക് തുടങ്ങുന്ന മെഷീൻ പറയൂ? ഇല്ല. എവിടെ വരെ നിർത്തിയിട്ടുണ്ടോ അവിടുന്ന് തുടങ്ങും. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന സംസ്കാരം ഒരിക്കലും നമുക്ക് നശിക്കില്ല. നമ്മളിനി അസുരന്റെ ശരീരം എടുത്താൽ പോലും ഭക്തോത്തമനായി തന്നെ ജനിച്ചു വരുന്നവരെയാണ്. അതുകൊണ്ട് ചിത്രകേതു എന്ന് പറയുന്ന ആള് അസുര ശരീരമെടുത്തുവെങ്കിലും മനസ്സുകൊണ്ട് വലിയ ഭക്തോത്തമനായി എന്ന് ഈ കഥയിലൂടെ നമ്മളെ കാണിക്കുകയാണ്. അതിനുശേഷം പിന്നീട് നമ്മൾ 7ാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കുന്നു. അവിടെയാണ് ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചു എന്നൊക്കെയുള്ള കഥ പറയുന്നത്. ഈ കഥ ആരംഭിക്കുന്നത് ഒരിക്കൽ രാജസൂയ യാഗം നടക്കുമ്പോൾ ഭഗവാനെ പൂർണ്ണ ബഹുമതിയോടുകൂടി ആദരവോടുകൂടിയിട്ട് അവിടെ വെച്ച് ധർമ്മപുത്രരും മറ്റും പൂജിക്കുകയാണ്. അങ്ങനെ പൂജിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ശിശുപാലൻ എന്ന് പറയുന്ന രാജാവ് ഭഗവാനെ അധിക്ഷേപിക്കുകയാണ്. ഇയാൾക്ക് എന്ത് യോഗ്യതയാണ്? എന്താ ഭഗവാന് ഇങ്ങനെ ഒരു ഇരിക്കാനുള്ള യോഗ്യത ഉള്ളത്? ഇത് ഞങ്ങളെ നിന്ദിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ചിത്രകേതു ബഹളം വെച്ചപ്പോ ഭഗവാൻ അവന്റെ ശിരസ്സറുക്കുന്നു. അതൊക്കെ മനോഹരമായ രംഗങ്ങൾ ദശമസ്കന്ധത്തിൽ വരും, നമുക്കപ്പോൾ കൂടുതലായിട്ട് കാണാം. അങ്ങനെ അവന്റെ ശിരസ്സറുത്ത സമയത്ത് എല്ലാവരും നോക്കി നിൽക്കെ, എല്ലാവരും സന്തോഷം കൊണ്ട്
ആ ശിശുപാലൻ ഒരു കുഴപ്പമുണ്ടാക്കാൻ വന്നവനാണ്. സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി കൃഷ്ണ കൃഷ്ണ ജയ് ജയ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ കാണുന്നു ശിശുപാലന്റെ ശരീരത്തിൽ നിന്നും ഒരു തേജസ് ഭഗവത് ശരീരത്തിൽ വന്ന് ചേരുന്നത്. ആ സമയത്താണ് നാരദ മഹർഷിയോട് ധർമ്മപുത്രി പറയുന്നത്, അഹോ അനന്ത കാരുണ്യം, ഇത്ര കാരുണ്യം ഭഗവാനുണ്ടെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ആ കാരുണ്യത്തിന്റെ ഇത് കണ്ടപ്പോ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ, ഭഗവാന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ അതിരറ്റതാണ്. ആര് ഭഗവാനെ ഏത് വികാരത്തിലൂടെ സ്മരിച്ചോ അവർക്കൊക്കെ ഉന്നതിയേ ഉണ്ടായിട്ടുള്ളൂ. ഗോപികൾക്ക് തുടക്കത്തിൽ ഭഗവാന്റെ ശരീരത്തോട് കാമം തോന്നിയിരുന്നു, അവർക്കൊരു ലൈംഗികാസക്തി തോന്നിയിരുന്നു എന്നാണ്. പക്ഷെ ആ കാമത്തെ ഭഗവാനുമായിട്ടുള്ള അടുപ്പം കൊണ്ട് പ്രേമമാക്കി പരിവർത്തനം ചെയ്ത് കാമത്തിൽ നിന്നും ശരീരത്തിൽ നിന്ന് ഉയരാൻ അവർക്ക് സാധിച്ചു. അതിനുശേഷം പിന്നീട് ക്രോധത്താൽ ശിശുപാലൻ ഭഗവാനിലേക്ക് ഉയർന്നു, ഭയത്താൽ കംസൻ ഉയർന്നു. ഇങ്ങനെ പലരും പല വിധത്താൽ ഭഗവാനിലേക്ക് ഉയർന്നിട്ടുണ്ട്, മനസ്സിനെ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും അത് സാധിക്കും ധർമ്മപുത്ര. ഇങ്ങനെ പറഞ്ഞപ്പോ പണ്ട് ഹിരണ്യകശിപു ഭഗവാനെ പ്രാപിച്ച കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ നരസിംഹാവതാര കഥയിൽ. ഭഗവാൻ വരാഹമൂർത്തിയിട്ട് ഹിരണ്യാക്ഷനെ വധിച്ച ദിവസം ഹിരണ്യാക്ഷന്റെ ശരീരത്തിന്റെ അടുത്ത് നിന്ന് സഹോദരനായ ഹിരണ്യകശിപു അലറിക്കൊണ്ട് പറയാണ്, ഏതൊരു ദുഷ്ടനായ ഹരിയാണോ എന്റെ സഹോദരനെ കൊന്ന് ഈ ലോകത്തെ രക്ഷിക്കാൻ വന്നത്, ആ ഹരിയുടെ മാറ് വളർന്ന് രക്തമെടുത്ത് ആ രക്തം കൊണ്ട് എന്റെ സഹോദരനെ തർപ്പണം ചെയ്തേ ഇനി ഞാൻ അടങ്ങിയിരിക്കുള്ളൂ എന്ന് പറഞ്ഞ് മന്ത്രിമാർക്ക് ശാസനം കൊടുത്തു. ആരെങ്കിലും ഹരിയെന്നോ നാരായണനെന്നോ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവന്റെ നാവരിഞ്ഞേക്കണം. ഇനി ഇവിടെ യാഗം വേണ്ട, യജ്ഞം വേണ്ട, ഹോമം വേണ്ട, പശുക്കളെ ദാനം ചെയ്യരുത്, ഇനി ബ്രാഹ്മണരെ പൂജിക്കരുത്, തുടങ്ങിയിട്ടുള്ള സൽക്കർമ്മങ്ങളൊന്നും ഇവിടെ കണ്ടുപോകരുത്. അങ്ങനെയൊക്കെ വല്ലതും കണ്ടാൽ അവരെയൊക്കെ തകർത്ത് നിങ്ങൾ കൊന്നേക്കുമെന്ന് പറഞ്ഞ് ഗംഭീര ശാസനങ്ങളൊക്കെ കൊടുത്ത് ഉച്ചത്തിൽ അലറിക്കൊണ്ട് ഹരിയെ കൊല്ലാനുള്ള തീവ്രമായ ദേശത്തോടുകൂടി ആ വികാരത്തോട് വിക്ഷോഭത്തോടുകൂടിയിട്ട് തന്റെ കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ കാണുന്നത് മാറത്തടിച്ചുകൊണ്ട് നിലത്ത് തല വെച്ചടിച്ചുകൊണ്ട് കരയുന്ന അമ്മയാണ്. ആ അമ്മയുടെ ശിരസ് തന്റെ മടിയിൽ വെച്ചുകൊണ്ട് പറയാണ്, ഹേ അമ്മേ, അമ്മയുടെ പുത്രൻ മരിച്ചതിലാണോ അമ്മ കരയുന്നത്? പുത്രൻ ധീരനായി മരിച്ചാൽ കരയരുത് എന്നാണ്. ഇതാണ് ക്ഷത്രിയന്മാരുടെ സംസ്കാരം. ഒരു മകനെ യുദ്ധക്കളത്തിലേക്ക് യുദ്ധത്തിനായിട്ട് പറഞ്ഞയക്കുമ്പോൾ ക്ഷത്രിയ അമ്മ തന്റെ കയ്യിൽ കുങ്കുമമെടുത്ത് നെറ്റിയിൽ പുരട്ടും. എന്നിട്ട് പറയാ, ഒന്നുകിൽ നീ ധീരനായി വിജയിച്ചു വരണം, അല്ലെങ്കിൽ നീ യുദ്ധക്കളത്തിൽ വെച്ച് മരിക്കണം, ഇങ്ങനെയല്ലാതെ നീ വന്നു പോകരുത് എന്നാണ്. അപ്പൊ അമ്മയുടെ പുത്രൻ ധീരനായി മരിച്ചതാണ്, പിന്നെന്തിനമ്മ കരയണം? അല്ലെങ്കിലും അമ്മയൊന്ന് നോക്കൂ, വാസ്തവത്തിൽ എന്റെ അമ്മേ മരണം എന്ന് പറയുന്നതുണ്ടോ? ആത്മാവ് നിത്യമാണ്, അമരമാണ്, അജമാണ്, അവ്യയമാണ് എന്നൊക്കെ ആത്മതത്വം നമ്മളെക്കാളും നന്നായിട്ട് ഹിരണ്യകശിപു പറഞ്ഞു കൊടുക്കണം അമ്മയ്ക്ക്. എന്നിട്ട് അമ്മയ്ക്ക് അത് ബോധിക്കാൻ വേണ്ടി ഒരു കഥയും കൂടി പറഞ്ഞു കൊടുത്തു. അമ്മേ, വാസ്തവത്തിൽ നമ്മൾ പരസ്പരം കണ്ടിട്ടുണ്ടോ? അമ്മയൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളിങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നുണ്ട്, നമ്മൾ ആരെങ്കിലും പരസ്പരം കാണുന്നുണ്ടോ? എന്താ സ്വാമി പറയുന്നത്? കാണുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? വാസ്തവത്തിൽ നമ്മളൊന്നും കാണുന്നില്ല എന്നാ പറയുന്നത്. നിങ്ങളൊന്ന് വളരെ ആലോചിക്കുമ്പോഴേ ഇതിന് ഉത്തരം കിട്ടുള്ളൂ. പക്ഷെ ഈ ശരീരത്തിലൂടെ ഞാൻ നിങ്ങളോട് വർത്തമാനം പറയുന്നു, എന്റെ നാവാണ് ഈ തത്വങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത്. നാവിന്റെ പുറകിലിരുന്ന് ആരാണോ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് ആ വ്യക്തിയെ കാണാൻ നിങ്ങൾക്ക് ഈ ജന്മം സാധ്യമല്ല. ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിലരൊക്കെ തലകുലുക്കുന്നു, ചിലർ മുന്നോട്ടായി തലകുലുക്കുന്നു, പല രീതിയിലും തലകുലുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കേൾക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. സത്യത്തിൽ നിങ്ങളൊന്നും ഉറങ്ങുന്നില്ല, വളരെ നന്നായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ തലകുലുക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന്. വാസ്തവത്തിൽ നിങ്ങളിലൂടെ തലകുലുക്കുന്ന വ്യക്തിയെ ഞാനും കണ്ടിട്ടില്ല അവരെയാണ്. നമ്മൾ കാണുന്നതൊക്കെ ഒരു ശരീരത്തെയും കുറെ അവയവങ്ങളെയും അതിൻ്റെ ചലനങ്ങളെയും മാത്രം. ആ ശരീരത്തിലൂടെ പറയുന്ന, ശരീരത്തെ ചലിപ്പിക്കുന്ന വ്യക്തിയെ ഇന്നേ വരെ ആർക്കും ഈ ലോകത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല, ഇനിയോട്ട് കാണാൻ സാധിക്കുകയില്ല. ഉണ്ടോ? ചിന്തിക്കൂ. പിന്നെന്തിനാ നമ്മൾ കരയേണ്ട ആവശ്യം? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ആരും ആരെയും ഇതുവരെ കണ്ടിട്ടില്ല. ഇത് വീട്ടിൽ പോയിട്ട് ഇനി ഭർത്താവിനോട് പറയണ്ട, ഏട്ടാ നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. അല്ലെങ്കിൽ മാനസിക രോഗം കൂടിക്കൂടി വരികയാണ് ആളുകൾക്ക്.
ഇതൊക്കെ അവനവൻ ഉൾക്കൊണ്ട് ജീവിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ കാണാത്ത ഒരാളെ കുറിച്ചിട്ട് ദുഃഖിച്ചിട്ട് എന്താ കാര്യം? കാണാത്ത ഒരാളെ കുറിച്ചിട്ടാണ് നമ്മൾ ബഹളം വെക്കുന്നതൊക്കെ. ചിന്തിക്കും നിങ്ങൾ. ഒരു ശരീരത്തെയും ശരീരത്തിന്റെ അംഗങ്ങളെയും അതിന്റെ ചലനങ്ങളെയും കാണുമ്പോൾ നമ്മൾ പറയുന്നു ഇയാൾക്ക് ജീവനുണ്ടെന്ന്. എപ്പോ ശരീരത്തിന്റെ അംഗങ്ങൾ ചലിക്കാതിരിക്കണോ അപ്പം നമ്മൾ മാറത്തടിച്ച് കരയാൻ തുടങ്ങണം, ഇയാൾ പോയി എന്നുള്ളത്. ചിലപ്പോൾ കള്ളുറക്കായിരിക്കാം. പിന്നെ അയാൾ ഉണരുമ്പോൾ നമുക്ക് ധൈര്യമായി. ആ വ്യക്തിയെ ഞാനും നിങ്ങളും ഇതുവരെ കണ്ടിട്ടില്ല. ആ വ്യക്തിയാണെങ്കിലോ ശരീരം ഉള്ളപ്പോഴുമുണ്ട്, ശരീരം ഇല്ലാത്തപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അമ്മ കരയേണ്ടാണ്. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അമ്മ കരച്ചിൽ അപ്പം നിർത്തി. ഇനി എന്തിനു കരയണം? പുത്രനെ ഞാൻ കണ്ടിട്ടില്ല, പിന്നെ കരഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ നിർത്തി. പ്രിയം, ഇതും കഴിഞ്ഞ് ഹിരണ്യകശിപു തപസ്സിനായിട്ട് പോവുകയാണ്. അമ്മയെ ഇനി അമ്മ ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ, ഞാനിതാ തപസ്സിനായിട്ട് പോണു എന്ന് പറഞ്ഞ് ത്രികൂടം എന്ന് പറയുന്ന മന്ത്രം എന്ന് പറയുന്ന പർവ്വതത്തിലേക്ക് പോണു. എന്തിനാ തപസ് ചെയ്യുന്നത്? ഏതൊരു ഹരിയാണോ എന്റെ സഹോദരനെ കൊന്നത്, ആ ഹരിയെ കൊല്ലാനുള്ള ശക്തി ആർജിക്കാൻ. അങ്ങനെ കഠിനമായ തപസ് ചെയ്ത് തന്റെ ശരീരത്തെയൊക്കെ ശുഷ്കിപ്പിച്ച് വേദനിപ്പിച്ചുകൊണ്ട് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞുപോയി. അങ്ങനെ തപസ്സിന്റെ ശക്തിയിൽ ലോകങ്ങൾ മുഴുവൻ കിടുകിടാ വിറച്ചു എന്നാണ്. ദേവേന്ദ്രന് പോലും പേടി വന്നു. ദേവന്മാര് ദേവേന്ദ്രനോടൊക്കെ പറഞ്ഞു വേഗം പരിഹാരം ഉണ്ടാക്കണം. ദേവേന്ദ്രനും കൂട്ടരും ബ്രഹ്മാവിന്റെ അടുത്ത് ഓടിച്ചെന്നിട്ട് പറഞ്ഞു പരിഹാരം ഉണ്ടാക്കണമെന്ന്. ബ്രഹ്മാവ് വേഗം പുറപ്പെട്ടു ഹിരണ്യകശിപുവിന്റെ മുന്നിൽ പറഞ്ഞു, ഉത്തിഷ്ഠ ഉത്തിഷ്ഠ, മതി 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 നിന്റെ തപസ്, ഞാൻ വളരെ പ്രീതനായിരിക്കണോ. ഇത്ര ദിവസം തപസ് ചെയ്ത് തന്നെ ഞങ്ങളെ വളരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. പറയൂ എന്താ വരം വേണ്ടത്? ദേവന്മാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, കണ്ട ഉടനെ ചോദിക്കുക എന്താ വരം വേണ്ടതെന്ന്. ഉടനെ ഈ ഹിരണ്യകശിപു നല്ല മാനേജ്മെന്റ് പഠിച്ച ആളാണ്. എനിക്കറിയാം ഒറ്റയടിക്ക് വരം ചോദിച്ചാൽ ചെറിയ വരേ തരുള്ളൂ എന്ന്. അതുകൊണ്ട് ആദ്യം ഒന്ന് ബ്രഹ്മാവിനെ ഇങ്ങോട്ട് സ്തുതിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അവിടുന്ന് ഇത്രയും നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ ഇപ്പോഴല്ലേ മനസ്സിലാക്കിയത്. എന്റെ പ്രാർത്ഥന കേട്ട് വന്നുവല്ലോ. കരുണാമയനാണ്, ദീനവത്സലാണ്, അനുകമ്പയുള്ളവനാണ്, കാരുണ്യവാനാണ് തുടങ്ങി അങ്ങോട്ട് പുകഴ്ത്തി പുകഴ്ത്തി പറയാൻ തുടങ്ങി. ബ്രഹ്മാവ് അതിൽ പൊങ്ങുകയും ചെയ്തു. പറഞ്ഞു, എന്ത് വരം വേണമെങ്കിൽ ചോദിച്ചോളൂ. നേരത്തെ ഒരു വരം ചോദിച്ചോളൂ എന്നാ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ പറഞ്ഞു, എനിക്ക് ചെറിയ വരം മതിയെന്ന്. ഇത് കേട്ട അപ്പം ബ്രഹ്മാവിന് ഞെട്ടൽ വരും. കാരണം പണ്ട് പരമശിവൻ ഒരു വരം കൊടുത്തിട്ട് കുടുങ്ങിയിട്ടുണ്ട്. ഏതായാലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവൻ ചോദിക്കുകയാണ്, എന്റെ ബ്രഹ്മാവേ, എനിക്ക് വേണ്ട വരം എന്താ വെച്ചാൽ എന്നെ മനുഷ്യനും കൊല്ലരുത്, മൃഗവും കൊല്ലരുത്. ശരി, തഥാസ്. ആയിട്ടില്ല, ഇനിയുണ്ട്. പകല് കൊല്ലരുത്, രാത്രി കൊല്ലരുത്. ശരി, ആയിട്ടില്ല, ഇനിയുണ്ട്. ഭൂമിയിൽ വെച്ച് കൊല്ലരുത്, ആകാശത്തിൽ വെച്ച് കൊല്ലരുത്, വെള്ളത്തിൽ വെച്ച് കൊല്ലരുത്. ശരി, ഇനിയുണ്ട്. അകത്ത് വെച്ച് കൊല്ലരുത്, പുറത്തു വെച്ച് കൊല്ലരുത്. ശരി, ഇനിയുണ്ട്. രാത്രി കൊല്ലരുത്, പകല് കൊല്ലരുത്. ബ്രഹ്മാവ് പറഞ്ഞു, നീ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. കുറേയുണ്ട്, ഒന്നും രണ്ടും അല്ലേ. മനുഷ്യൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, ആയുധം കൊണ്ട് കൊല്ലരുത്, അകത്ത് വെച്ച് കൊല്ലരുത്, പുറത്തു വെച്ച് കൊല്ലരുത്, പിന്നെ എന്താണ് രാത്രി കൊല്ലരുത്, പകല് കൊല്ലരുത്. ഇങ്ങനെയൊക്കെ ഒരുപാട് വരങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പോ ബ്രഹ്മാവ് ഇങ്ങനെ ഒരു നിമിഷം ഇങ്ങനെ തല കറക്കി നോക്കി. ഇനി ഇവനെ കൊല്ലാൻ വല്ലവരുണ്ടോ ഈ ഭൂമിയിൽ? നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സൃഷ്ടിയിൽ ആരുമില്ല. പിന്നെ ഈശ്വരനോട് പറഞ്ഞു, ഭഗവാനെ ഇനിയിപ്പോൾ അവിടെ തന്നെ നിശ്ചയിക്കണം എന്റെ കാര്യം എന്താന്നുള്ളത്, അല്ലെങ്കിൽ ഇവൻ എനിക്കൊരു പണി തരും എന്നും പറഞ്ഞ് ബ്രഹ്മാവിന് കൊടുക്കാതിരിക്കാനും പറ്റില്ല. തഥാസ്തു എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ഉടനടി അവിടുന്ന് സ്ഥലം വിട്ടു. ഇവൻ ആ ധിക്കാരത്തിലാണ് തിരിച്ചു വരുന്നത്. ലോകം മുഴുവൻ കീഴടക്കിയ ധിക്കാരവുമായിട്ട് അവൻ കൊട്ടാരത്തിൽ വന്ന് അവിടെ വെച്ച് എല്ലാ ലോകങ്ങളെയും തന്റെ നിയന്ത്രണത്തിലാക്കി. ഇന്ദ്രനെയൊക്കെ അവിടുന്ന് ഓടിപ്പിച്ചു. അവിടുന്ന് നീ ആരാ ഇന്ദ്രൻ? ഞാനാണ് ലോകത്തിന്റെ ദൈവം എന്ന്. അങ്ങനെ ലോകം മുഴുവൻ ഒരു നാമം എല്ലാവരുടെയും നാവിൽ ഉറപ്പിച്ചു. ഇനി ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു ഈശ്വരനേ ഉള്ളൂ, ഹിരണ്യായ നമഃ. അമ്പലങ്ങളിലൊക്കെ ഇനി അങ്ങനെ വെച്ചോളണമെന്നാണ്. അപ്പൊ അന്ന് മിഷൻ ഇറങ്ങിയിരുന്നുവെങ്കിൽ, ഇലക്ട്രോണിക് മിഷൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോ അമ്പലങ്ങളിലൊക്കെ ചെന്നാൽ ഓം നമോ നാരായണായ ഇതാ കേൾക്കുക. അന്നായിരുന്നെങ്കിൽ ഓം ഹിരണ്യായ നമഃ. ഓം എന്ന് പറയുമോന്നറിയില്ല. അങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ആളുകളെ കൊണ്ട് ജപിപ്പിച്ച് ഈ ലോകം മുഴുവൻ തന്റെ നിയന്ത്രണത്തിലാക്കി ലോകത്തിന്റെ ചക്രവർത്തിയും ഈശ്വരനും ഒരേ പ്രഭുവും താനാണെന്ന് അങ്ങോട്ട് ഉറപ്പിച്ചു. അങ്ങനെ അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ ധാഷ്ട്യത്തിന്റെ ജീവിതം നടക്കുമ്പോഴാണ് ഭാര്യ 4ാമത്തെ പ്രസവം പ്രസവിച്ചത്. ഹ്ലാദനെന്നും അനുഹ്ലാദനെന്നും സുഹ്ലാദനെന്നും കഴിഞ്ഞ പുത്രന്മാരെ കഴിഞ്ഞ് പ്രഹ്ലാദനെന്ന് പറയുന്ന പുത്രൻ പ്രകടമാവുകയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ 4ാമത്തെ പുത്രൻ ജനിച്ചു എന്നാണ്. എപ്പോഴും സന്തോഷം, ആനന്ദം, സന്തോഷം കൊണ്ട് കുട്ടി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. ഹിരണ്യകശിപു കരുതി കുട്ടിക്ക് എന്തോ മാനസിക കുഴപ്പമുണ്ടെന്ന്. ഡോക്ടർമാരെയൊക്കെ വരുത്തി, വൈദ്യന്മാരെയൊക്കെ വരുത്തി, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദാക്കണമെന്ന്.
നോക്കുമ്പോൾ കുട്ടി എപ്പോഴും സന്തോഷത്തിൽ, എപ്പോഴും ആനന്ദത്തിൽ, തരം കിട്ടിയാലൊക്കെ ഒറ്റയ്ക്കിരുന്ന് നൃത്തം ചെയ്യുക, പാട്ടുപാടുക, ആനന്ദിക്കുക. ഇതും കൂടി കണ്ടപ്പോൾ ഹിരണ്യകശിപുവിന് തോന്നി എവിടേക്കോ ബാലൻസ് വരെ തെറ്റിയിട്ടുണ്ടെന്ന്. ആര് വന്നാലും, വീട്ടിൽ വന്നാലും പാദങ്ങളിൽ നമസ്കരിക്കുക, ആദരവ് കാണിക്കുക, ഏതോ ഒരു ലോകത്തിൽ എന്ന വണ്ണം. ഇങ്ങനെ കുട്ടിയുടെ വളർച്ച കണ്ടപ്പോൾ, കുട്ടി വലുതായ സമയത്ത് ഹിരണ്യകശിപുവിന് തോന്നി ഇവൻ ഒരുപക്ഷേ നമ്മുടെ വംശത്തിന്റെ നാശത്തിന് വന്നവനായിരിക്കാം, അതുകൊണ്ട് ഇവന്റെ മനസ്സിനെ ശരിയാക്കി എടുക്കേണ്ടതുണ്ടെന്ന് കരുതി അവന് വേണ്ടി ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തുടങ്ങി. അങ്ങനെ ആദ്യത്തെ റെസിഡൻഷ്യൽ സ്കൂൾ നമ്മുടെ ഹിരണ്യകശിപു ആരംഭിച്ചു. 2 ഗുരുക്കന്മാരെയും വെച്ചു, ചണ്ടാമർക്കന്മാർ. അങ്ങനെ 2 പേരൊക്കെ നിശ്ചയിച്ച് അവർ തുടങ്ങിയെന്ന് വരികയാണ്. അപ്പൊ ഇന്നത്തെ റെസിഡൻഷ്യൽ സ്കൂളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇന്റർനാഷണൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ ആളാണ് ഹിരണ്യകശിപു. ഇതൊക്കെ നമ്മുടെ ഭാഗവതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏതായാലും സിലബസ് പോലും ഹിരണ്യകശിപു ഉണ്ടാക്കിയെന്നാണ്. ഇന്നിപ്പോൾ അങ്ങനെ ആർക്കും പറ്റില്ല. അങ്ങനെ എന്താ സിലബസ് എന്ന് വെച്ചാൽ 3 കാര്യങ്ങൾ പഠിപ്പിച്ചാൽ മതി എന്നാണ്. 1, ജീവിക്കാനൊരു തൊഴിൽ അറിയണം. അത് അസുരന്മാരായതുകൊണ്ട് കക്കുക, കവരുക ഇങ്ങനെയൊക്കെയുള്ള തൊഴിലാണ്. 2, ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. അതെന്താണ്? അടിച്ചു പൊളിച്ച് ജീവിക്കുക. കള്ളു കുടിച്ചാലും ശരി, കള്ളു കുടിക്കാത്ത ദിവസം വീട്ടിലുണ്ടാവരുത്, അങ്ങനെയൊക്കെ ജീവിക്കുക. 3ാമത്തത് ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരെ നശിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന്. നല്ല വിദ്യാഭ്യാസമല്ലേ? ഇതാണല്ലോ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതൊക്കെയാണല്ലോ ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുന്നത്. നോക്കൂ, നിങ്ങൾ ഇന്നത്തെ വിദ്യാഭ്യാസം. ഒരച്ഛൻ മകനോട് പറയാണ്, എൻട്രൻസ് സമയത്ത് പറയാണ്, എൻട്രൻസ് ഒക്കെ നീ നന്നായി എഴുതിക്കോളൂ, നീ പറ്റുകയാണെങ്കിൽ ഒരു BDS കാരനായാൽ മതി. BDS എന്ന് പറഞ്ഞാൽ ബീഡി വലിക്കുന്നവനല്ല, ഡോക്ടർ, ഡെന്റൽ ഡോക്ടർ ആയാൽ മതി എന്ന്. ഉടനെ മകൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് BDS ഒന്നും ആവണ്ട, എനിക്കത് ഇഷ്ടം തന്നെയല്ല ഡിപ്പാർട്ട്മെന്റ്, എനിക്ക് കണ്ണിന്റെ ഡോക്ടറായാൽ മതി, എനിക്ക് കണ്ണിനോട് വളരെ ഇഷ്ടമാണ്. ഉടനെ അച്ഛൻ പറയടാ പൊട്ടാ, നിനക്ക് വല്ലതും അറിയോ പല്ലിനെ കുറിച്ചും കണ്ണിനെ കുറിച്ചൊക്കെ? അച്ഛൻ നല്ല നമ്പർ 1 കച്ചവടക്കാരനാണ്, ബിസിനസ്സുകാരനാണ്. അപ്പൊ അച്ഛന്റെ മനസ്സെപ്പോഴും ബിസിനസ് പരമായിട്ടേ ചിന്തിക്കുള്ളൂ. പറഞ്ഞു, അച്ഛ എനിക്ക് അതൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് BDS വേണ്ട, എനിക്ക് MBBS തന്നെ മതി. പോരടാ, നീ BDS എടുക്കടാന്ന്. എന്താ അച്ഛ BDSന് എത്ര പ്രത്യേകത? എടാ പൊട്ട, മനുഷ്യന്മാർക്ക് എത്ര പല്ലുണ്ട് എന്ന്? 32 എണ്ണം ഉണ്ട്. കണ്ണ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അപ്പൊ ഏത് പറച്ചാലും കാശല്ലേ എന്നാണ്. ഇങ്ങനെയുള്ള ആൾ ഡോക്ടറായ പിന്നെ പറയേണ്ടി വരില്ല. ഇതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ചിലരൊക്കെ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി പോയി തിരിച്ചു വരുമ്പോൾ കിഡ്നി ഉണ്ടാവില്ല, അത് ഡോക്ടർ എടുത്തു പോയിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെയൊക്കെ എത്ര കാണുന്നു നമ്മൾ. അപ്പൊ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് വരുന്നു? ആ വരുന്നതിന് കാരണം ജീവിതത്തിൽ പണം എന്നതൊന്ന് മുഖ്യമായി തീരുകയാണ്. സേവനം എന്നുള്ളത് 2ാമതും പണം എന്നുള്ളത് മുഖ്യവും. കാരണം എന്റെ ജീവിതം സുഖമാക്കണമെങ്കിൽ എനിക്ക് പണം വേണം. അതിനെങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഈ കേരളത്തൊക്കെ ഞാൻ പറയുമ്പോഴുണ്ടല്ലോ, നിങ്ങളിതിന്റെ പരമാർത്ഥം പലപ്പോഴും പത്രത്തിലൂടെയൊക്കെ വായിക്കുന്നുണ്ടാവും. 1 മാസം മുമ്പ് ഒറ്റപ്പാലത്തൊരു ഹോസ്പിറ്റലിൽ ഒരു സ്ത്രീ, പ്രഗ്നന്റ് ആയി ചെന്ന സ്ത്രീ, അവർക്ക് വളരെ കോംപ്ലിക്കേഷൻ വന്നപ്പോൾ ഡോക്ടർ പറയുകയാണ്, 10,000 രൂപ തന്നാലേ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. പാവം ഇവിടെ പ്രസവ വേദന കൊണ്ട് പൊരിയാണ്, അവർ വേദന കൊണ്ട് ആകെ വേദനിച്ച് ആകെ വിഷമിക്കുകയാണ്. എന്നിട്ട് നോക്കും, അപ്പം മനുഷ്യത്വം എന്ന് പറയുന്നത് എവിടെയിരിക്കുന്നത്? അപ്പം മനുഷ്യനേക്കാളും വലുത് പണമായി തീരുന്നത് നമ്മളിപ്പോഴും കാണുന്നില്ലേ? ഇത് ലോകത്തിൽ ഇപ്പോഴും ഇല്ലേ? നമ്മൾ ഈ പറയുമ്പോഴൊക്കെ, തമാശ പറയുമ്പോഴും അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങളുണ്ട് എന്നുള്ളതും മനസ്സിലാക്കൂ. ഏതായാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച് ചണ്ടാമർക്കന്മാരെ കൊണ്ട് പഠിപ്പിക്കാൻ തുടങ്ങി. പഠിപ്പിക്കുന്ന എന്താണ്? ഒരേ ഈശ്വരനെ ലോകത്തുള്ളൂ, അത് നിന്റെ അച്ഛൻ ഹിരണ്യകശിപുവാണ്. പിന്നെ ഒരു പ്രഭുവേ ഉള്ളൂ, അത് നിന്റെ ഈശ്വരനാണ്. അതുകൊണ്ട് നാമം ചൊല്ലുമ്പോഴൊക്കെ ഹിരണ്യായ നമഃ, ഹിരണ്യായ നമഃ ഇങ്ങനെയൊക്കെ ചൊല്ലണമെന്ന്. അങ്ങനെ ഹിരണ്യകശിപുവിനെ വളർത്തി, ഉയർത്തി, പുകഴ്ത്തി അങ്ങനെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, ഈ പ്രഹ്ലാദനാണെങ്കിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴും അതെല്ലാം ഒരു ചെവി കൂടെ കെട്ട് മറ്റേ ചെവി കൂടെ കളയും. നമ്മൾ ഭാഗവതം കേൾക്കുന്ന പോലെ പ്രഹ്ലാദൻ ഗുരുക്കന്മാർ പറയുന്നത് കേട്ടു എന്നാണ്. അധികമൊന്നും ചെവിയുടെ ഉള്ളിൽ വെച്ചില്ല, അങ്ങനെ കേട്ടു എന്നാണ്. എന്നിട്ടോ മനസ്സിലെപ്പോഴും നാരായണ 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 ഭഗവത് സ്മരണത്തിൽ, ഭഗവത് പ്രേമത്തിൽ ഉറപ്പിച്ചു. വേണ്ടാത്തതൊന്നും അങ്ങോട്ട് കയറിയില്ല. അങ്ങനെ കാലം മുന്നോട്ട് പോയി. ഒരു ദിവസം ഗുരുക്കന്മാർ കുട്ടിയെയും കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അച്ഛൻ ഒരുപാട് പ്രതീക്ഷയിലാണ്. എന്റെ കുട്ടിയുടെ മനസ്സ് മാറിയിട്ടുണ്ടാവും. അവനിപ്പോ പറയും, ഹിരണ്യകശിപായ അച്ഛനാണ് ലോകത്തിന്റെ പ്രഭു, ലോകത്തിന്റെ ഗുരു, ലോകത്തിന്റെ ഈശ്വരൻ. അച്ഛനില്ലെങ്കിൽ ലോകമില്ല, അച്ഛനെ പേടിച്ചിട്ടാണ് ലോകം ഇരിക്കുന്നത്, അച്ഛന്റെ ശ്വാസത്തിലാണ് ലോകം പ്രവർത്തിക്കുന്നത്, അച്ഛനാണ് ലോകത്തിന്റെ സർവസ്വം, ബീജം, ആദി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പുകഴ്ത്തി പറയും എന്നൊക്കെ വിചാരിച്ച ആ അച്ഛൻ കുട്ടിയോട് ചോദിക്കുകയാണ്, കുട്ടി, നീ പഠിച്ചതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന്, അല്ലെങ്കിൽ നിന്നെ ഗുരുക്കന്മാര് പഠിപ്പിച്ചതിൽ നിനക്ക് പ്രിയപ്പെട്ട ഭാഗം ഏതാണെന്ന്. അപ്പൊ അച്ഛനറിയാൻ തന്നെക്കുറിച്ച് ആ കുട്ടി പറയാന്ന്. ആ കുട്ടി പറയാണ്, അച്ഛാ, ഞാൻ പഠിച്ചതിൽ വെച്ച് എനിക്ക്
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗുരുക്കന്മാര് പറഞ്ഞു തന്നത്, അച്ഛൻ ഈ വീട് ഉപേക്ഷിച്ച് കാട്ടിൽ പോയിട്ട് നാരായണ നാരായണ ജപിച്ചിരുന്നാൽ അച്ഛന് നന്മ വരുമെന്ന് കേട്ടിട്ടുണ്ടെന്ന്. ഏതൊരാളെ കുറിച്ച് കേട്ടാലാണോ അയാൾക്ക് അപ്പം അലർജി പൊങ്ങുക ശരീരത്തിൽ, ആ നാരായണനെ കുറിച്ച് ജപിക്കാൻ കുട്ടിയെ മടിയിൽ നിന്നെടുത്തൊരൊറ്റ ഏറെറിച്ചിട്ട് പറഞ്ഞു, ചീ ദുഷ്ടൻ, എവിടുന്നടാ നിനക്ക് ഈ വിഷ്ണുവിനെ കിട്ടിയത്? ആരാടാ നിനക്കത് പറഞ്ഞത്? എങ്ങനെയാടാ നിന്റെ തലയിലേക്ക് ഇത് കയറിയത്? ഇതാണോ നിന്നെ പഠിക്കാൻ ഞാൻ അവിടെ പറഞ്ഞയച്ചത് എന്നൊക്കെ പറഞ്ഞ് അലറിക്കൊണ്ട് ഗുരുക്കന്മാരുടെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ കുട്ടി ഇനിയെങ്ങാനും ഇങ്ങനത്തെ വൃത്തികേടുകളൊന്നും പറഞ്ഞത് നിങ്ങളുടെ കഴുത്തിന് മുകളിൽ തല ഉണ്ടാവില്ല. അവർ തപ്പി നോക്കിപ്പുണ്ടോന്ന്. പണ്ട്, കുഴപ്പമില്ല. ഇനി എന്റെ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ നിങ്ങൾക്ക് കർശനമായ ശിക്ഷ ഞാൻ തരുന്നു. ആരാ നിങ്ങളോട് ഈ കുട്ടി ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ പറഞ്ഞത്? അവര് മുട്ടുപറിച്ചിട്ട് പറഞ്ഞു, രാജൻ ഞങ്ങളല്ല, ഞങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്തില്ല, അങ്ങ് മാത്രമേ ഉള്ളൂ ദൈവം, അങ്ങ് മാത്രമേ ഉള്ളൂ ഈശ്വരൻ, അങ്ങാണ് പ്രഭു, അങ്ങാണ് ഗുരു എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെന്താ ഇവൻ ഇങ്ങനെ തോന്നിയാസം പറയുന്നത്? ഉടനെ പറഞ്ഞു, ഞങ്ങൾ അറിയില്ല, ഇനി ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇടയ്ക്ക് ആ വഴിക്ക് നാരദമഹർഷി വരുന്നുണ്ടോ എന്ന്, അയാളിതിൽ ഇടപെടുണ്ടോ എന്നൊരു സംശയം ഞങ്ങളുണ്ട്. അതുകൊണ്ട് ഇനി ഞങ്ങൾ നോക്കിക്കോളാം, ഗേറ്റിന്റെ അവിടേക്ക് വാച്ച്മാനെയൊക്കെ വെച്ച് മതിൽ ചാടിയൊക്കെ അയാൾ വരുന്നുണ്ടോ നോക്കിയിട്ട് അയാൾ വരുന്നുണ്ടെങ്കിൽ പിടിച്ച് പുറത്താക്കാനുള്ള വ്യവസ്ഥയൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് ചെറിയൊരു ക്ഷമ തരണം, മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞപ്പോ വീണ്ടും ഗുരുക്കന്മാരെ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. കാലം മുന്നോട്ട് പോകണോ? അങ്ങനെ വീണ്ടും കുട്ടിയെ കൊണ്ട് തല്ലിയും അങ്ങനെയൊക്കെ പറയിപ്പിച്ചു. പറയടാ ഹിരണ്യകശിപു, നിന്റെ അച്ഛൻ ഈശ്വരനാണ്. കുട്ടി പറയും, ഹിരണ്യകശിപു ഈശ്വര, ഹരേ രാമ 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 രാമ. മനസ്സുകൊണ്ട് ഭഗവാനെ മാത്രം ഈശ്വരനായി കണ്ട് മറ്റത് ചുണ്ടിൽ മാത്രം വെച്ചു, മനസ്സിന്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടിയില്ല. അങ്ങനെ ആ കുട്ടി പഠിച്ചു. നമ്മുടെ ഇന്നത്തെ പിള്ളേരെ പോലെ തന്നെ കുട്ടികളുണ്ടല്ലോ, ക്ലാസ്സിൽ അധികം പറഞ്ഞ ടീച്ചർമാരൊന്നും പറയുന്ന അധികമൊന്നും മനസ്സിൽ വെക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷയ്ക്കൊന്നും ഒരു ടെൻഷനും ഇല്ലാത്തത്. കാരണം അവർ വേണ്ടാത്തൊന്നും പഠിച്ചു വെക്കില്ല. അതുകൊണ്ട് അവർക്ക് ഉത്തരം എഴുതാൻ ഒരു പ്രയാസമില്ല. അടുത്ത കാലത്ത് SSLC പരീക്ഷയിൽ ഒരു ചോദ്യം ഇതായിരുന്നു, അലക്സാണ്ടർ ചക്രവർത്തി ഏത് യുദ്ധത്തിലാണ് മരിച്ചതെന്ന്. കുട്ടികൾക്കൊന്നും അധികം ചിന്തിക്കേണ്ടി വന്നില്ല. കുട്ടികൾ എഴുതി വെച്ച അയാളുടെ അവസാന യുദ്ധത്തിൽ നിന്ന്. എന്തായാലും ചത്തത് അവസാനത്തെ യുദ്ധത്തിലാണ്. എന്തിനത്രയ്ക്ക് ബുദ്ധിമുട്ടി ഡേറ്റും കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കുന്നത്? എന്തായാലും അയാൾ ചത്തു, ലാസ്റ്റ് യുദ്ധത്തിലേ മരിക്കാൻ വഴിയുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഒരു മാർക്ക് കിട്ടും. കൊടുക്കുന്ന അധ്യാപകൻ ഒരു മാർക്ക് കൊടുത്തേ പറ്റുള്ളൂ, അവസാന യുദ്ധത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കുട്ടികളൊന്നും അത്ര ടെൻഷനുള്ളവരല്ല പ്രിയാണ്. അപ്പൊ അങ്ങനെ ഈ പ്രഹ്ലാദനും യാതൊരു ടെൻഷനില്ല. എന്ത് പറയുമ്പോഴും നാവ് കൊണ്ട് പറയും, പക്ഷെ മനസ്സിലേക്ക് അത് കടത്തിയില്ല. അങ്ങനെ വീണ്ടും ഗുരുക്കന്മാര് പ്രഹ്ലാദനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അച്ഛൻ അങ്ങനെ സ്വർണ്ണ സിംഹാസനത്തിലിരുന്ന് ഒരു ഈശ്വരനെ പോലെ ഈ ലോകം മുഴുവൻ കീഴടക്കിയത് ചക്രവർത്തിയുടെ അഹങ്കാരത്തിലും ധാഷ്ട്യത്തിലും ഇരിക്കുമ്പോൾ പ്രഹ്ലാദനെ കൊണ്ടുവരുമ്പോൾ പ്രഹ്ലാദൻ വിനീതനായി അച്ഛനെ നമസ്കരിച്ചപ്പോൾ അച്ഛന്റെ ഉള്ളിലുള്ള പിതൃഭാവം ഉണർന്നു വന്ന് ആ കുട്ടിയെ ആലിംഗനം ചെയ്ത് മടിയിലിരുത്തിക്കൊണ്ട് കുട്ടിയോട് ചോദിക്കുകയാണ്, ഇപ്പോ എന്റെ കുട്ടൻ പഠിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന്. ഒരു നിമിഷം കുട്ടിയുടെ കണ്ണുകളൊക്കെ അടഞ്ഞ് ഭഗവത് സ്മരണയിൽ ആ പ്രേമത്തിൽ അങ്ങോട്ട് നിറഞ്ഞു നിന്ന് അച്ഛനോട് പറയുകയാണ്, ഞാൻ പഠിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാൽപനിവേദനം ഇതി പുംസാർപ്പിതാ ഭക്തി നവ വിഷ്ണോ ഭക്തിശ്ചേനവലക്ഷണാം ക്രിയതേ ഭഗവത്യദ്ധാം തന്മന്യേ അതീതമുത്തമം. ഭഗവാനെ ഉള്ള ഈ പ്രേമം, ഏത് പ്രേമം? ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം. ശ്രവണവും കീർത്തനവും സ്മരണവും പാദസേവനവും. അത് കഴിഞ്ഞിട്ടോ അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഇത് നവഭക്തി എന്ന് പറയും. 9 പടികളുള്ള ഈ ഭക്തിയാണച്ച ഏത് മനസ്സിനെയും അവസാനം വിഷ്ണുഭാവത്തിലേക്ക്, ഭഗവത് സത്യത്തിലേക്ക്, ഭഗവത് പ്രേമത്തിലേക്ക്, ആനന്ദ ഉത്സവത്തിലേക്ക്, ഉണർവിലേക്ക്, ഉത്സാഹത്തിലേക്ക് ഉണർത്തുന്നത്. അതുകൊണ്ട് അച്ഛ പടിപടിയായിട്ട് അച്ഛനിങ്ങനെ മനസ്സുകൊണ്ട് ഉയരൂ, അച്ഛനെയും ആനന്ദത്തിലേക്ക് ഉയർത്താം എന്ന് പറഞ്ഞതും കുട്ടിയെടുത്ത് ഒരൊറ്റയേറാണ് അവിടെ വെച്ചിട്ട് എന്നെ കട്ടഹസിച്ചുകൊണ്ടു. ചീ നിർത്തടാ, ആരാടാ നിനക്ക് വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞത്? ആരാ നിനക്കിതൊക്കെ ഓർമ്മിപ്പിച്ചു തന്നത്? വിഷ്ണു എന്റെ ശത്രുവാണ്, അവനെയാണോ നീ എന്നെ പഠിപ്പിച്ച് നീ എന്നെ വേദനിപ്പിക്കുന്നത്? ഗുരുക്കന്മാരോട് അലറി, ആരാണ് ഇവനിങ്ങനെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്? ഇവൻ എന്റെ ജന്മശത്രുവാണ്,
ഇവൻ വന്നിരിക്കുന്നത് എന്റെ അന്തകനായിട്ടാണ്, കുലത്തിന്റെ നാശത്തിനായിട്ടാണ്. ഇവനെ ഞാൻ ഇനി വെച്ചിരിക്കില്ല. നിങ്ങൾക്ക് ഞാൻ ഇത്രയും സമയം തന്നു ഇവന്റെ മനസ്സിനെ ശരിയാക്കാൻ. ഇനി നിങ്ങൾ നേരെയാക്കണ്ട, ഞാൻ തന്നെ അങ്ങോട്ട് നേരെയാക്കാമെന്ന് പറഞ്ഞ് കിങ്കരന്മാരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, എനിക്ക് കാണേണ്ടത് ഇവന്റെ ശവമാണ്. ഇനി നിങ്ങൾ ഇവനെ കൊണ്ടുപോയിക്കോളൂ, എന്നെ മുന്നിൽ വെച്ചു പോകരുത് എന്ന്. ആ പിതാവ് അന്തകനായി കുട്ടിയുടെ മുന്നിൽ നിന്നപ്പോ ഭാഗവതം പറയുന്നു, തന്നെ കൊല്ലാനുള്ള ശാസനം കിങ്കരന്മാർക്ക് കൊടുക്കുമ്പോഴും അല്പം പോലും ക്ഷോഭമില്ലാത്തൊരു മനസ്സോടുകൂടി ശാന്തചിത്തനായിട്ട് പ്രഹ്ലാദൻ അവിടെ നിന്നു എന്നാണ്. അപ്പോഴേക്കും കിങ്കരന്മാരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു കുട്ടിയെ. 5 വയസ്സുള്ള കുട്ടിയെ എത്ര ബലം പ്രയോഗിക്കണം, അവർ വലിച്ചു കൊണ്ടുപോയി കൊല്ലുവാനായിട്ട്. പക്ഷെ പ്രഹ്ലാദന് യാതൊരു പേടിയുണ്ടായില്ല, പേടിച്ചതേയില്ല. ആദ്യം തന്നെ അവർ ചെയ്തു, കുട്ടിക്ക് ഘോരമായ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി. ആ വിഷം കാണുമ്പോഴും കുട്ടി പായസം കഴിക്കുന്ന പ്രതീതിയിലായി കഴിച്ചു. ഒരു വിഷമവും ഉണ്ടായില്ല. ആ വിഷം അങ്ങനെ തന്നെ വയർന്ന് ദഹിച്ചുപോയി, ശരീരത്തിലേറ്റതയില്ല എന്ന് പറയണം. ഒന്നുകൂടി ശരീരത്തെ തേജസ്സാക്കി തീർത്തു. അവർക്ക് പേടിയായി, ഈ കുട്ടി സാധാരണ കുട്ടിയല്ലെന്ന് അവർക്ക് മനസ്സിലായി. എന്തോ ഒരു ശക്തി കുട്ടിയിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. എന്നാലും രാജാവിന്റെ ശാസനാണ്, ചെയ്യാതിരിക്കാൻ പറ്റില്ല. അടുത്തത് അവർ ചെയ്തത് കുറേ വിറകുകൾ കൂട്ടി അതിന്റെ മുകളിൽ കൊണ്ടിരുത്തി, എന്നിട്ട് അങ്ങോട്ട് തീ കൊടുത്തു. കത്തിക്കാളുന്ന വിറകിന്റെ ഉള്ളിൽ കുട്ടി നിൽക്കുമ്പോഴും കുട്ടിയുടെ കണ്ണുകൾ അടഞ്ഞ് ഭഗവത് പ്രേമത്തിൽ നിന്നു എന്നാണ്. ആ ഒരു സമയം തീ താനെ തന്നെ കെട്ടുപോയിട്ട് കുട്ടി അതാ അവിടെ ഇരിക്കുന്നു. കിങ്കരന്മാർക്ക് തോന്നി ഇതിലെന്തോ അത്ഭുതമുണ്ട്, എന്തോ ശക്തിയുണ്ടെന്ന്. തങ്ങളുടെ നിയന്ത്രണത്തിനപ്പുറമാണ് കാര്യമെന്ന്. ഏതായാലും വിടാൻ പറ്റില്ല, രാജാവിന്റെ ശാസനമാണ്. ഒരു വലിയ മലയുടെ മുകളിൽ കയറി താഴെ നിൽക്കുന്ന പാറക്കെട്ടുകളിലേക്ക് കുട്ടിയെ വലിച്ചിട്ടു. അങ്ങനെ തലപൊട്ടി മരിക്കട്ടെ എന്ന് വിചാരിച്ചു. ആ എറിഞ്ഞതേ അവർക്ക് ഓർമ്മയുള്ളൂ. പിന്നെ നോക്കുമ്പോൾ ഉണ്ട് കുട്ടി ഒരു പാറയുടെ മുകളിൽ ഇരിക്കുന്നു, ശാന്തനായിട്ടിരിക്കുന്നു. ഒരു പോറല് പോലും കുട്ടിയുടെ ശരീരത്തിന് പറ്റിയില്ല. അവർക്ക് തീർച്ചയായിട്ടും ബോധ്യം വന്നു, ഈ കുട്ടിയുടെ പിന്നിൽ ഏതോ ഒരു അനുഗ്രഹത്തിന്റെ കരങ്ങൾ വർഷിക്കുന്നുണ്ടെന്ന്. നമ്മൾ വിചാരിച്ച കുട്ടിയെ കൊല്ലാൻ സാധ്യമല്ല എന്ന്. അവർ പരീക്ഷണങ്ങളിൽ പരാജയപ്പെടാൻ തുടങ്ങി. എന്നാലും രാജാവിന്റെ ശാസനല്ലേ, ചെയ്തല്ലേ പറ്റുള്ളൂ. കടലിലേക്ക് കുട്ടിയെ വലിച്ചെറിഞ്ഞു നോക്കി. എപ്രകാരമാണോ 3-4 ദിവസം കടൽ തിരമാലകളുടെ ഉള്ളിൽ കിടന്ന ജീവനോടുകൂടി ആളുകൾ തിരിച്ചു വരുന്നത്, ആ കടലമ്മ കുട്ടിയെ യാതൊരു പോറലും ഏൽക്കാതെ കൊണ്ടുവച്ചു കടൽ തീരത്ത്. വീണ്ടും അവര് പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊല്ലാൻ നോക്കി. പണങ്ങൾ ഉയർത്തിയ പാമ്പ് കൊത്താൻ കൂട്ടാക്കിയില്ല. ശക്തന്മാരായ മല്ലന്മാരായ ആനകളെ കൊണ്ടുവന്ന് ചവിട്ടിക്കൊല്ലാൻ നോക്കി. അപ്പോഴും കുട്ടിക്ക് അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അവർക്ക് മനസ്സിലായി, ഇനി ഈ കുട്ടിയെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പിടിച്ചു വലിച്ച് നേരെ കൊണ്ടുപോയി രാജാവിന്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, രാജൻ, ഞങ്ങൾ പരാജയപ്പെട്ടു. ഈ കുട്ടിയുടെ പിന്നിൽ ഏതോ ഒരു അത്ഭുത ശക്തികൾ, കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ നിയന്ത്രണത്തിനപ്പുറമാണ് രാജൻ. ഇത് കേട്ടതും രാജാവിന് ബോധ്യം വന്നു, ഇവൻ എന്റെ അന്തകൻ തന്നെ, ഇവനിലൂടെ എന്റെ അന്ത്യം വരാൻ പോകുന്നു. സ്വന്തം മരണത്തെ മുഖാമുഖം കാണുന്ന ഹിരണ്യകശിപു അവിടെ വെച്ച് അലറിക്കൊണ്ട് പറഞ്ഞു, എടാ, ഇനി നീ ജീവിച്ചിരിക്കാൻ അർഹനല്ല എന്ന്. കുട്ടിയെ കൊല്ലാനുള്ള ആവേശത്തോടുകൂടിയിട്ട് അങ്ങോട്ട് ഉയർന്നപ്പോ ഗുരുക്കന്മാര് തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒരവസരം കൂടി ഞങ്ങൾക്ക് തരിക, ഞങ്ങൾ ഒന്നുകൂടി പരീക്ഷിച്ചു നോക്കട്ടെ, ഒരുപക്ഷെ കുട്ടി നേരെയായല്ലോ എന്ന് പറഞ്ഞ് കുട്ടിയെ പിടിച്ചു വലിച്ച് വീണ്ടും ഗുരുകുലത്തിലേക്ക് കൊണ്ടുപോയി. കുട്ടിയെ തല്ലിയും അടിച്ചും കുത്തിയും ചോദിച്ചു, എവിടുന്നടാ നിനക്ക് വിഷ്ണു വന്നത്? ആരാ നിന്നെ പഠിപ്പിച്ചത്? ഞങ്ങൾ പറഞ്ഞു തരാത്തൊക്കെ നീ എന്തിനാ അച്ഛനോട് പറഞ്ഞത്? ഞങ്ങളെ കൂടി കൊല്ലിക്കാനാണോ? ഞങ്ങളുടെ അന്തകനാണോ നീ എന്നൊക്കെ പറഞ്ഞപ്പോ പുഞ്ചിരിച്ചുകൊണ്ട് കുട്ടി പറഞ്ഞു, നിങ്ങളെത്ര തല്ലിയാലും കൊന്നാലും എന്റെ ഉള്ളിൽ നിന്ന് അതേ വരുള്ളൂ. കാരണം അത് ഞാൻ വിചാരിച്ചിട്ടല്ല വരുന്നത്, അതിങ്ങനെ സ്വാഭാവികമായിട്ട് ഒരു നദിയുടെ പ്രവാഹം ഒഴുകി വരുന്നത് പോലെ സ്വയമേവ വരികയാണ്. എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, അതിങ്ങനെ താനെ തന്നെ എന്റെ ഉള്ളിൽ നിന്ന് തോന്നുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഗുരുക്കന്മാരെ എന്ന് പറഞ്ഞപ്പോ അവരൊന്നുകൂടി കുട്ടിയെ കർശനമായിട്ട് പഠിപ്പിക്കാൻ നിശ്ചയിച്ചു. ഹിരണ്യകശിപുവിന്റെ പേരും മറ്റും പറഞ്ഞ്. അതിൻ്റെ ഇടയ്ക്കൊരു ദിവസം ഗുരുക്കന്മാർക്ക് പുറത്തു പോകേണ്ടി വന്ന ഒരു സമയത്ത്, ആ സമയം നോക്കിയിട്ട് തൻ്റെ കൂടെയുള്ള അസുരക്കുട്ടികളെ വിളിച്ചിരുത്തി മുന്നിലിരുത്തിക്കൊണ്ട് പ്രഹ്ലാദൻ അവരെ ഉപദേശിക്കുന്ന മനോഹരമായൊരു അധ്യായമുണ്ട്. 7ാമത്തെ സ്കന്ധത്തിൽ 6ാമത്തെ അധ്യായം. അവിടെ കുട്ടികളോട് പറയാണ്, എൻ്റെ കുട്ടികളെ, നിങ്ങൾ കണ്ടില്ലേ എൻ്റെ അച്ഛൻ എന്നെ ദ്രോഹിക്കുന്നത്? എന്നെ എത്രമാത്രം
എത്രമാത്രം കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു, എത്രമാത്രം ക്രൂരത എന്റെ നേരെ കാണിച്ചു. എന്നെ അച്ഛന് തകർക്കാൻ പറ്റിയില്ല. എന്റെ മനസ്സിനെ അച്ഛന് അസ്വസ്ഥമാക്കാൻ സാധിച്ചില്ല. എന്റെ മനസ്സിനെ തളർത്താൻ സാധിച്ചില്ല. അച്ഛൻ വെറുത്താൽ മരിക്കുന്ന ചിന്ത വരുന്ന മക്കളാണ് കൂടുതൽ പേരും. അച്ഛൻ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാനുള്ള ഉത്സാഹം നഷ്ടപ്പെടുക ചെയ്യുക. ഇവിടെ അച്ഛൻ വെറുത്തിട്ടും അച്ഛൻ നശിപ്പിക്കാൻ നോക്കിയിട്ടും മനസ്സിന്റെ ആത്മവിശ്വാസം തകർക്കാതെ, ജീവിക്കാനുള്ള ഉത്സാഹം തകർക്കാതെ, ജീവിക്കാൻ കൂടുതൽ ആവേശം കാണിച്ച പ്രഹ്ലാദൻ അവരോട് പറയാണ്, എനിക്കിതിന് സാധിച്ചതിന് കാരണം കൗമാരേ ആചരേത്പാജ്ഞ ധർമാൻ ഭാഗവതാനിഹ. കൗമാരേ ആചരേത്പാജ്ഞ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യദ്രുവമത്തതം. കുട്ടികളെ, ഞാൻ ശിശുവായിരിക്കുമ്പോഴേ ഭാഗവത ധർമ്മം മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ഇത്രയൊക്കെ അച്ഛൻ ക്രൂരത കാണിച്ചിട്ടും എനിക്ക് ജീവിക്കാൻ ഉത്സാഹം തരുന്നത്, ജീവിക്കാൻ ആവേശം തരുന്നത്, ഊർജം തരുന്നത്, ഉണർവ് തരുന്നത്. അതുകൊണ്ട് കുട്ടികളെ, ഈ ശരീരം എന്ന് പറയുന്നത് മരണമാകുന്ന കാലനാകുന്ന കാലത്തിന്റെ കാലസർപ്പത്തിന്റെ പിടിയിലാണ്. മരണം എപ്പോ വേണമെങ്കിലും നമ്മളെ കൊണ്ടുപോകാം. അതുകൊണ്ട് എത്രയും നേരത്തെ നിങ്ങൾ എന്നെപ്പോലെ ഭാഗവതം കേട്ടുകഴിഞ്ഞാൽ നിങ്ങളെയും ആർക്കും പരീക്ഷിച്ച് തോൽപ്പിക്കാൻ സാധ്യമല്ല എന്നിട്ട് പറഞ്ഞു. ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട്, ആ ഭഗവത് പ്രേമം ദൃഢമായതുകൊണ്ടാണ് എന്റെ അച്ഛനും അച്ഛന്റെ കിങ്കരന്മാർക്കും എന്നെ തൊടാൻ പറ്റാത്തത്. ലോകം മുഴുവൻ കീഴടക്കിയ ചക്രവർത്തിയെ ഞാൻ പേടിച്ചില്ല. ആ ചക്രവർത്തി എന്നെ പേടിക്കുന്നു. എന്റെ അച്ഛൻ എന്നെ ഭയക്കുന്നു. കുട്ടികളെ, ഇത് കേട്ടപ്പോൾ അവര് ചോദിച്ചു, എന്താ പ്രഹ്ലാദ നീ പറഞ്ഞത്? ഭാഗവത ധർമ്മോ? ഇതാരാ നിനക്ക് പറഞ്ഞത്? പറഞ്ഞു, എന്റെ ഗുരുനാഥൻ പറഞ്ഞതെന്നാണ്. എന്റെ ഗുരുനാഥനിൽ നിന്ന് ഞാൻ കേട്ടതാണ്. ആരാ നിന്റെ പ്രഹ്ലാദ ഗുരുനാഥൻ? എന്റെ ഗുരുനാഥൻ നാരദ മഹർഷിയാണെന്ന്. നാരദ മഹർഷി ഇവിടെയൊന്നും വന്നിട്ട് നമുക്കൊന്നും പറഞ്ഞു തന്നില്ലല്ലോ, നിനക്കായിട്ട് എവിടുന്നാ പറഞ്ഞു തന്നത്? ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ അച്ഛൻ മന്ദരപർവ്വതത്തിൽ തപസ്സിന് വേണ്ടി പോയപ്പോ എന്റെ അമ്മയെ കടന്നു പിടിച്ചു ഇന്ദ്രനും കൂട്ടരും. കൊട്ടാരത്തിലുള്ള അസുരന്മാരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് അമ്മയെ കടന്നു പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് നാരദ മഹർഷി കണ്ടപ്പോ പറഞ്ഞു, മുഞ്ച മുഞ്ച വിടു ഇന്ദ്ര, വിടു ഇവളെ എന്ന്. ഇന്ദ്രൻ പറഞ്ഞു, അയ്യോ നാരദ മഹർഷി, ഇവളുടെ ഗർഭത്തിൽ ഒരു കുട്ടി വളരുന്നുണ്ട്. ഇവളുടെ ഭർത്താവോ ലോകം നശിപ്പിക്കാൻ തപസ്സിന് വേണ്ടി പോയതാണ്. അപ്പൊ ഇവന്റെ കുട്ടി എങ്ങനെയായിരിക്കും? അതുകൊണ്ട് ഗർഭത്തിലുള്ള കുട്ടികളെ കൊല്ലാൻ എനിക്ക് പ്രത്യേകം സ്പെഷ്യലൈസേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൊല്ലാൻ വേണ്ടി പോവുകയാണെന്ന്. ഇത് കേട്ടപ്പോൾ നാരദ മഹർഷി പറയാണ്, എന്റെ ഇന്ദ്ര, നീ എന്താ വിഡ്ഢിത്തം പറയുന്നത്? ആ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയുണ്ടല്ലോ, വലിയ ഭാഗവതോത്തമനാണ്, ഭഗവാന് പരമപ്രിയനാണ്, ഭഗവാന്റെ ഏറ്റവും പ്രിയനായ ഭക്തനാണ്. നീ ആ കുട്ടിയെ തൊട്ടാൽ അന്ന് നിന്റെ അന്ത്യമാണ്. ഇത് കേട്ടപ്പോൾ ഇന്ദ്രന് മുട്ടുവരയ്ക്കാൻ തുടങ്ങി. തന്റെ അന്ത്യം എന്ന് പറഞ്ഞാൽ ആർക്കാ മുട്ടുവരയ്ക്കാതിരിക്കുക? വേഗം കൈകൂപ്പിക്കൊണ്ട് കയാതുവിനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചുകൊണ്ട് ഇന്ദ്രൻ അവിടെ നിന്ന് പോയപ്പോ അതാ നാരദ മഹർഷി കയാതു എന്ന് പറയുന്ന ഹിരണ്യകശിപുവിന്റെ പത്നിയെയും കൂട്ടിക്കൊണ്ട് തന്റെ ആശ്രമത്തിൽ പോകുന്നു. അവിടെ ചെന്ന് ഭാഗവതമൊക്കെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോൾ കയാതു ഗർഭക്ലേശത്താലും പിന്നെ അവരുടെ പ്രായത്താലും മറ്റുമൊക്കെ അങ്ങോട്ട് ഉറങ്ങാൻ തുടങ്ങും. അദ്ദേഹം പറയും, ആത്മാനിത്യോ അവയോ. ഉടനെ കയാതു പറയും, വലിക്കാൻ തുടങ്ങും. പക്ഷേ നാരദ മഹർഷി നിർത്തില്ല. കാരണം ഉള്ളിലിരുന്നിട്ട് എന്ന് പറഞ്ഞ് മൂളുന്ന ഒരാളെ നാരദ മഹർഷി കണ്ടു. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പറയുന്നവർ നിർത്താതെ പറയുന്നത്. മനസ്സിലായില്ലേ? ചിലരൊക്കെ ഉറങ്ങിയാലും ഉള്ളിലിരുന്നിട്ട് പലരും മൂളുന്നുണ്ട്. ഒരു പക്ഷെ ക്രിമിയുടെ രൂപത്തിലാവാം, ഒരു പക്ഷേ പറയാൻ പറ്റില്ല എല്ലാവരും ഗർഭിണികളാണോ എന്നുള്ളത്. മനസ്സിലായില്ലേ? ആരെങ്കിലും ഉള്ളിലിരുന്ന് ഇങ്ങനെ മൂളുന്നുണ്ടാവാം. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ആ പറയുന്ന ഒരു ആവേശത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നാരദ മഹർഷി ഇങ്ങനെ പറഞ്ഞപ്പോ 6ാമത്തെ മാസത്തിൽ പ്രഹ്ലാദൻ ഭാഗവതം മുഴുവൻ കേട്ടു എന്നാണ്. നമുക്ക് ഈ പറയുന്നത് വളരെ വളരെ ഇന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കുകയാണ്. 6ാമത്തെ മാസം കപിലൻ പറഞ്ഞു ഒരു കുട്ടിയുടെ ബോധമണ്ഡലം ഉണരുന്നുള്ളത്. അവിടെ പറയണ്ടായി. ഇവിടെ പ്രഹ്ലാദൻ 6ാമത്തെ മാസം ഭാഗവതം കേട്ടു എന്നാണ്. ഗർഭിണികളായിരിക്കുമ്പോൾ 6ാമത്തെ മാസം മുതൽ എന്ത് ചിന്തിക്കുന്നുവോ എന്ത് കേൾക്കുന്നുവോ അത് ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ സ്വാധീനിക്കും എന്ന് വളരെ വളരെ ഗംഭീരമായിട്ട് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. ഒരു ആയുർവേദ ശാസ്ത്രത്തിൽ വായിച്ചിട്ടുണ്ട്, 6ാമത്തെ മാസം മുതൽ ഒരു സ്ത്രീ ഏതൊരു ഭക്ഷണമുണ്ട് അത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടി മന്ദബുദ്ധിയായിത്തീരുന്നതാണ്.
ആ ഭക്ഷണം എടുത്തു കഴിച്ചു കഴിഞ്ഞാൽ, ഞാൻ പിന്നീട് റെഫറൻസ് ഞാൻ പറഞ്ഞുതരാം, അങ്ങനെ ഒരു സാധനമുണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് മന്ദബുദ്ധിത്വം വന്നേ പറ്റുള്ളൂ എന്നാണ്. അപ്പൊ അങ്ങനെയൊരു സാധനങ്ങളൊക്കെ നമ്മുടെ പൂർവികന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ 6ാമത്തെ മാസം മുതൽ പരിവർത്തനം ചെയ്യാൻ ഒരമ്മയ്ക്ക് സാധിക്കുന്നതാണ്. അമ്മ അവിടെ വെച്ച് ഭാഗവതം കേൾക്കുകയാണെങ്കിൽ ആ കുട്ടികളിൽ ആ സംസ്കാരം ഉണ്ടായേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, മദ്രാസിലൊരു കുട്ടി ഗർഭത്തിലിരിക്കുമ്പോൾ വിഷ്ണു സഹസ്രനാമം കേട്ട് 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 ആ അമ്മ പ്രസവിച്ച്, ഞാൻ ആ വീട്ടിൽ പോയ അനുഭവത്തിൽ പറയുകയാണ്, വിഷ്ണു സഹസ്രനാമം കേട്ടു ആ കുട്ടി ശാന്തനായിട്ട് അവിടെ ഇരിക്കും. അപ്പൊ എന്തോ ഒരു ആകർഷണത്വം അതിനോടുള്ളത് കൊണ്ടല്ലേ കുട്ടി അവിടെ ഇരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഗർഭത്തിൽ വെച്ച് അതവനെ സ്വാധീനിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ട്. 6ാമത്തെ മാസം ഗർഭപാത്രത്തിലിരുന്ന് പ്രഹ്ലാദൻ ഭാഗവതം കേട്ടു. പിന്നെ അഭിമന്യുവിന്റെ കഥ ഞാൻ കഴിഞ്ഞ ദിവസം പറയുണ്ടായി. ഗർഭപാത്രത്തിൽ വെച്ച് പത്മവ്യൂഹം ചമയ്ക്കുന്ന കഥ ഭഗവാനിൽ നിന്ന് കേൾക്കുകയാണ്. മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അർജുനൻ ഇങ്ങനെ പത്മവ്യൂഹം ചമയ്ക്കുന്ന മാർഗം ചോദിച്ചപ്പോ അർജുനൻ സുഭദ്രയുടെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ അർജുനൻ ഉറങ്ങിപ്പോയി. ആ സമയത്ത് ഭഗവാൻ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് ഉള്ളിലിരുന്നു കൊണ്ട് അഭിമന്യു എന്ന് പറഞ്ഞ് മൂളുന്നുണ്ട്. ഭഗവാൻ അവിടം കൊണ്ട് നിർത്തിയെന്നാണ്. പത്മവ്യൂഹം ചമയ്ക്കുന്നതുവരെയുള്ള വഴികൾ പറഞ്ഞു കൊടുത്തു. അവിടെ വെച്ച് ക്ലോസ്ഡ്. അതുകൊണ്ട് അഭിമന്യുവിന് അത്രയും ആരും പഠിപ്പിക്കാതെ ചെയ്യാൻ പറ്റി. പുറത്തു കിടക്കാൻ സാധിച്ചില്ല. കാരണം അതിൻ്റെ അറിവ് ഭഗവാൻ പറഞ്ഞു കൊടുത്തില്ല. ഭഗവാൻ അറിയാമായിരുന്നു അവന്റെ നിയോഗം അത്രയേ ഉള്ളൂ എന്നാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. വീട്ടിലെ ഗർഭിണികളായിട്ടുള്ള കുട്ടികളൊക്കെ വരുന്ന സമയത്ത് 6ാമത്തെ മാസം മുതൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ TV കാണാൻ സമ്മതിക്കരുത്. ഇരുന്ന് വിഷ്ണു സഹസ്രനാമോ അല്ലെങ്കിൽ ഭാഗവതമൊക്കെ ഇന്നത്തെ കാലത്താണെന്ന് എല്ലാം കാസറ്റ് രൂപത്തിൽ എല്ലാ രൂപത്തിലും നമുക്ക് കിട്ടും. അതൊക്കെ കേൾപ്പിച്ചു കൊടുത്ത് ആ കുട്ടികളെയൊക്കെ വലിയ ഭാഗവതോത്തമന്മാരാക്കാൻ സാധിച്ചാൽ അത് വലിയ അനുഗ്രഹമാണ്. അപ്പം നിങ്ങളിത് കേൾക്കുന്നത് കൊണ്ട് അവർക്കും ഒരു പ്രയോജനം ഉണ്ടാവും. അങ്ങനെയൊക്കെ അനുഗ്രഹീതരാക്കി ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലേ ഈ ഭാഗവതമൊക്കെ കേൾക്കേണ്ടതിന്റെ ഉദ്ദേശം. ഏതായാലും കയാതുവിന്റെ ഗർഭത്തിലൂടെ പ്രഹ്ലാദൻ ഇത് കേട്ടു. പ്രഹ്ലാദൻ പറയാണ്, അന്നെനിക്ക് മനസ്സിലായി ഇവിടെ ഒരേ ഒരു ബന്ധുവായിട്ട്, ഗുരുവായിട്ട്, ഈശ്വരനായിട്ട്, അച്ഛനായിട്ട്, അമ്മയായിട്ട് ഈശ്വരനേ ഉള്ളൂ. കുട്ടിയുടെ മനസ്സിൽ ദൃഢമായി ബോധ്യം വന്നു. ത്വമേവ മാതാച്ച പിതാ ത്വമേവ, ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമ ദേവദേവ. ഭഗവാനെ, അവിടുന്നാണ് എനിക്ക് ബന്ധു, അവിടുന്നാണ് എനിക്ക് അച്ഛൻ, അവിടുന്നാണ് എനിക്ക് അമ്മ, അവിടുന്നാണ് എന്റെ സർവസ്വം എന്ന് നല്ലവണ്ണം ദൃഢമായി ബോധ്യം വന്നു എന്ന്. അങ്ങനെ കുട്ടികളെ, അതാണ് എന്റെ ജീവിതത്തിൽ ഭഗവത് പ്രേമമാണ് എന്റെ ശക്തി, അതുകൊണ്ടാണ് അച്ഛൻ എന്നെ തൊടാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ആ കുട്ടികൾക്കൊക്കെ ആവേശമായി. ആ കുട്ടികളോട് പറഞ്ഞു, അതുകൊണ്ട് തസ്മാൽ സർവേഷു ഭൂതേഷു ദയാം കുരുത സൗഹൃദം ആസുരം ഭാവമുന്നച്യാം തുഷ്യത്തതോക്ഷതേ. ഈ ആസുരിക ഭാവത്തെ വിട്ട് കുട്ടികളെ, അതോക്ഷതിനെ പ്രേമിക്കൂ, നിങ്ങൾ ഭഗവാനെയും പ്രേമിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾക്ക് ഭഗവത് നാമങ്ങൾ പറഞ്ഞുകൊടുത്ത് അവരുടെ മനസ്സിനെ ഭഗവത് നാമത്താൽ അങ്ങോട്ട് മുഖരിതമാക്കി. ആ ഗുരുക്കന്മാര് തിരിച്ചു വരുമ്പോൾ കേൾക്കുന്നത് ഉച്ചത്തിലങ്ങനെ അവർ നാരായണ 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 ഭഗവത് പ്രേമത്തോടുകൂടി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് കണ്ടതും ഗുരുക്കന്മാർക്ക് അത്യന്തം അസ്വസ്ഥതയും വിഷമവും തോന്നിയിട്ട് ഓടി വന്ന് പ്രഹ്ലാദനെ കടന്നു പിടിച്ചിട്ട് പറഞ്ഞു, എടാ ദ്രോഹി, നീ ഇവരെയും കൂടെ നശിപ്പിച്ചു എന്നല്ലേ, നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല, ഇനി നിന്റെ അന്ത്യം കണ്ടിട്ടേ ഞങ്ങൾ പോരുള്ളൂ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ കടന്നു പിടിച്ച് വലിച്ചഴച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ഓടുകയാണ്. അവിടെ ചെന്ന് ഹിരണ്യകശിപുവിന്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഈ കുലാന്തകൻ ഞങ്ങളുടെയും കൂടെ അന്തകനായി തീർന്നിരിക്കുന്നു, ഞങ്ങൾ നന്നാക്കിയ കുട്ടികളൊക്കെ അവൻ കേടുവരുത്തിയിരിക്കുന്നു. നോക്കണേ, ഇവൻ നേരേക്ക് എന്നല്ല പറയുന്നത്, കേടുവരുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിവൻ ജീവിക്കാൻ അർഹനല്ല എന്ന് പറഞ്ഞതും ഉച്ചത്തിൽ അലറിക്കൊണ്ട് ഗർജിച്ചുകൊണ്ട് ഹിരണ്യകശിപു വാളോങ്ങിക്കൊണ്ട് സിംഹാസനത്തിൽ നിന്ന് എണീറ്റു. എന്നിട്ട് പറഞ്ഞു, എടാ, ലോകം മുഴുവൻ എന്നെക്കുറിച്ച് കേൾക്കുമ്പോൾ പേടിക്കുന്നു, ഈ ത്രിലോകങ്ങളും പേടിക്കുമ്പോൾ നീ ഒരുത്തൻ പേടിക്കുന്നില്ല എന്നാണോ? എവിടുന്നാടായ കുലാന്തക നിനക്ക് ഇത്രയും ശക്തിയും ധൈര്യം കിട്ടിയത്? ആരാടാ നിനക്ക് ഇത്രയും ശക്തിയും ധൈര്യം തരുന്നത്? ലോകം എന്നെ പേടിക്കുമ്പോൾ നീ പേടിക്കില്ല എന്നാണോ? നീ അത്രയും ധാർഷ്ട്യം കാണിക്കുക എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് അലറിയപ്പോ ആ കുട്ടി അത്യന്തം വിനീതനായിക്കൊണ്ട് അച്ഛന്റെ മുന്നിൽ നിന്ന് പറയാണ്, അച്ഛാ, അച്ഛൻ ഇങ്ങനെയൊക്കെ അലറുന്നുണ്ടല്ലോ, ആ അലറാൻ അച്ഛന് ആരാണോ ശക്തി തരുന്നത്
അതേ ശക്തിയാണ് എന്റെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത്. അത് എന്റെയും അച്ഛന്റെയും ഉള്ളിൽ മാത്രമല്ല, ആ ശക്തി എവിടേക്ക് ഇരിക്കണു? ന കേവലം മേ ഭവതശ്ചരാജം സവൈഫലം ബലിനാം ചാപരീഷം പരാവരേണി സ്ഥിരഭംഗമായി ബ്രഹ്മാദയോ യേന വശം പ്രണീത. ബ്രഹ്മാദിദേവന്മാർക്ക് പോലും ശക്തിയും കരുത്തും എവിടെ നിന്നാണോ അതേ ഭഗവത് ശക്തിയുടെ സാന്നിധ്യത്തിലാണ് അച്ഛനും ഇങ്ങനെ അഹങ്കരിക്കുന്നത്, ഞാൻ അച്ഛന്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അച്ഛാ, ഇത് അച്ഛന്റെ ശക്തിയല്ല, ഇത് എന്റെ ശക്തിയല്ല, ഇതെല്ലാം ഭഗവത് ശക്തിയാണ്. അതുകൊണ്ട് സൈശ്വരക്കാല ഉരുക്രമോസോ ഓദസഹസത്വബലിന്ദ്രിയാത്മാ സയേവ വിശ്വം പരമസ്വശക്തിവേ സൃജത്യവത്യത്തി ഗുണത്രയേശ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകടമാക്കി നിലനിർത്തി ഉപസംഹരിപ്പിക്കാൻ സാധിക്കുന്ന ആ അനന്ത ശക്തിയുടെ മുന്നിൽ അച്ഛന്റെ ശക്തിയൊക്കെ നിസ്സാരം. അച്ഛനിങ്ങനെ അട്ടഹസിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, വെറും ഒരു പുഴുവിന്റെ ശക്തിയുള്ളൂ അച്ഛ. ഭഗവാന്റെ ശക്തി അനന്തമാണ്. അതച്ഛൻ മറന്നുപോകുന്നു. അതുകൊണ്ട് അച്ഛ, എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താണ്? ജഹ്യാസ്മരം പാവമിമം ത്വമാത്മനാ സമം മനോദസ്സന സന്ധി വിദ്വിഷ ഹൃദയേജിതാത്മന ഉൽപദസ്ഥിതൽ തദ്വീയനന്ദസ്യ മഹൽ സമർപ്പണം. ആസുരഭാവത്തെ വിട്ടുകൊണ്ടച്ച, ഈ ആക്രോശങ്ങളൊക്കെ വിട്ടുകൊണ്ട്, അഹങ്കാരത്തിന്റെ ധാർഷ്ട്യം വിട്ടുകൊണ്ട് മഹൽ സമർപ്പണം. ആ ഭഗവാനെ പ്രേമത്തോടുകൂടി സ്മരിച്ച് ആ ശിരസ്സുകൾ അവിടെ നമസ്കരിക്കുവച്ച, ആ ഭഗവാന്റെ ശക്തിയുടെ മുന്നിൽ അനുഗ്രഹീതരായി തീരുവച്ച എന്ന് പറഞ്ഞിട്ട് അച്ഛനോട് ഈശ്വര സ്മരണം ചെയ്യാൻ പറഞ്ഞപ്പോ ഉച്ചത്തിൽ അലറിക്കൊണ്ട് പറയാണ്, എടാ, ഇനി നീ നിർത്തിയില്ലെങ്കിൽ നിന്നെ ഞാൻ നശിപ്പിക്കുന്നു. അങ്ങനെ ഒരു ശക്തി നിന്നെയും എന്നെയൊക്കെ രക്ഷിക്കാൻ ലോകത്തിലുണ്ടോ നീ പറയുകയാണെങ്കിൽ നിന്നെ കൊല്ലുന്ന സമയത്ത് ആ ശക്തി ഒന്ന് വന്ന് രക്ഷിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ എന്ന്. അങ്ങനെ ഒരു ശക്തി ഈ ലോകത്തിലില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഉച്ചത്തിൽ അലറിക്കൊണ്ട് പറഞ്ഞു, എടാ ആയുസില്ലാത്തവനെ, മന്ദഭാഗ്യ, കുലാന്തക, എന്റെ നാശത്തിനായി വന്നവനെ, ഇനി നീ ജീവിച്ചിരിക്കാൻ അർഹനല്ല. നിന്നെ കൊല്ലുന്ന സമയത്ത് ഞാനൊന്ന് കാണട്ടെ, വല്ല ഈശ്വരന്മാരെ രക്ഷിക്കാനും വരുമോ എന്ന് പറഞ്ഞ് കുട്ടിയുടെ നേരെ വാളോങ്ങിയപ്പോ, ഇനി അങ്ങനെ ഒരു ഈശ്വരൻ ഈ പ്രപഞ്ചത്തിലില്ല എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമാറ് കൈമുഷ്ടിയെല്ലാം ചുരുട്ടിക്കൊണ്ട് വാൾ ഇടത് കൈയിലേക്ക് വെച്ചുകൊണ്ട് മുന്നിൽ കണ്ട തൂണിന്റെ നേരെ നടന്ന് നീങ്ങിക്കൊണ്ട് ലോകം കിടുകിടാ വിറയ്ക്കുമാറ് അത്യുച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഞോങ്ങിക്കൊണ്ട് ആ ഹിരണ്യകശിപു തൂണിന്റെ മധ്യത്തിൽ ആ ഒരൊറ്റ പ്രഹരം വെച്ചു കൊടുത്തു. അങ്ങനെ ഒരു ശക്തി പ്രപഞ്ചത്തിലില്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ തൂണിനിടിച്ചതും അതാ ഒരു ഗംഭീരമായ ഗർജനത്തോടുകൂടി ലോകം കിടുകിടാ വിറയ്ക്കുമാറ് ആ ഭീമാകാരമായ തൂണ് നെടുകെ പിളർന്നു എന്നാണ്. അതിൽ നിന്നും ഹിരണ്യകശിപു നോക്കുമുണ്ട്, തീക്കട്ട പോലെ രണ്ട് കണ്ണുകൾ പുറത്തേക്ക് നീളുന്നു. വീണ്ടും രണ്ട് ദ്രംഷ്ടകൾ ഇങ്ങനെ വായ തുറന്ന് പുറത്തേക്ക് നീളുന്നു. താടിയും തലയൊക്കെ വെളുത്ത രോമങ്ങളാൽ ആടിക്കളിക്കുന്നു. ഒരു രക്തവർണ്ണമായ നാവ് പുറത്തേക്ക് നീളുന്നു. ഹിരണ്യകശിപുവിന് പേടികൊണ്ട് ഒരു നിമിഷം നോക്കി നിന്നു, എന്താ ഈ കാണുന്നത് എന്ന്. കൈകളിലൊക്കെ കൂർത്ത മൂർത്ത നഖങ്ങളായിട്ടൊരു കൈകൾ തന്റെ നേരെ നീണ്ടുവരുന്നു. ഹിരണ്യകശിപു പേടിച്ചുകൊണ്ട് മുഖത്തേക്ക് നോക്കുമ്പോൾ ഭഗവാൻ തന്റെ ഈ ലോകത്തിലെ സത്യസ്വരൂപന്മാരായ ബ്രഹ്മാവ്, നാരദാദികൾ, പ്രഹ്ലാദൻ തുടങ്ങിയിട്ടുള്ളവരുടെ വാക്കുകളെ സത്യമാക്കി തീർക്കാൻ, ബ്രഹ്മാവ് കൊടുത്ത അനുഗ്രഹങ്ങളെ സത്യമാക്കി തീർക്കാൻ, മനുഷ്യനും മൃഗവുമല്ലാത്ത എന്നാൽ മൃഗവും മനുഷ്യനും നിറഞ്ഞിരിക്കുന്ന ഒരു നരസിംഹ രൂപമെടുത്ത് അതാ തൂണിലൂടെ അവതരിക്കുന്നു. ഇതാണ് ഭഗവാന്റെ നരസിംഹാവതാരം. ഭഗവാൻ നരസിംഹരൂപത്തിൽ അവതരിക്കുന്നു എന്ന ഭാഗമാണ് നമുക്ക് വായിക്കാനുള്ളത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.